So welcome to the third lecture on DC machines, which comes under electrical machines. Okay. So last lecture we discussed DC generator generally DC machines in the construction details. But in the basically review questions add questions just almost discuss questions just additional points അല്ലെങ്കിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവാം വളരെ ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ ഒന്നും വേണ്ട ക്വസ്റ്റ്യൻസ് ഒന്നുമല്ല അപ്പോൾ സബ് എഞ്ചിനീയർ ലെവലിൽ ഈ രീതിക്ക് തന്നെയാണ് ക്വസ്റ്റ്യൻ പേപ്പറിൽ മെയിൻലി ഉണ്ടാവുക ന്യൂമറിക്കൽ അല്ലെങ്കിൽ പ്രോബ്ലമാറ്റിക് ന്യൂമറിക്കൽ എക്സാമ്പിൾസ് കുറവാണ് കൂടുതലും റിമെമ്പർ ടൈപ്പ് ആണ് ഓക്കെ സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇൻ എ DC machine yoke offers mechanical protection to the machine, flex path completion, working flex, both A and B. Okay. A D. Okay. ഓക്കെ 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 അപ്പൊ നമ്മളിത് ഫസ്റ്റ് തന്നെ ഡിസ്കസ് ചെയ്ത ടോപ്പിക് ആയിരുന്നു അതായത് കൺസ്ട്രക്ഷനിൽ ഇത് പലപ്പോഴും നമുക്ക് ഈ പറഞ്ഞ പോലെ അത് എല്ലാ കോമ്പറ്റേറ്റീവ് എക്സാമിൻസിനും പലപ്പോഴും സംഭവിക്കുന്നതാണ് നമ്മൾ പെട്ടെന്ന് എഴുതി തീർക്കാൻ നോക്കുമ്പോൾ കറക്റ്റ് ആണ് എ എന്ന് പറയുന്ന ഓപ്ഷൻ വളരെ കറക്റ്റ് ആണ് അപ്പൊ നമ്മൾ പെട്ടെന്ന് അത് ബബിൾ ചെയ്ത് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പ്രശ്നമായി എല്ലാം വായിക്കുക മുഴുവനായിട്ട് എല്ലാ ഓപ്ഷൻസും വായിച്ചതിന് ശേഷം നോക്കുക കാരണം എന്താ വെച്ചാൽ ഇവിടെ ഒരു ബോത്ത് എ ആൻഡ് ബി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ എടുക്കുന്നുണ്ട് അപ്പൊ അങ്ങനത്തെ കേസുകൾ പലപ്പോഴും ഇത് തന്നെ ആയിരിക്കും അപ്പൊ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒന്ന് മെക്കാനിക്കൽ സപ്പോർട്ട് കൊടുക്കുക എന്നുള്ളതാണ് പ്രൊട്ടക്ഷൻ കവറിംഗ് ആണ് പിന്നെ ആ ഫ്ലെക്സ് പാത്ത് കംപ്ലീറ്റ് ചെയ്യാനും കൂടി ആര് ഹെൽപ്പ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു യോക്ക് ഹെൽപ്പ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോ ഹിയർ ദ ആൻസർ വിൽ ബി ഡി ബോത്ത് എ ആൻഡ് ബി മെക്കാനിക്കൽ പ്രൊട്ടക്ഷൻ ആസ് വെൽ ആസ് ഫ്ലെക്സ് പാത്ത് കംപ്ലീഷൻ ഈസ് ഓഫേർഡ് ബൈ യോക്ക് ഓക്കെ സോ ആൻസർ ചെയ്യുമ്പോൾ ശ്രദ്ധിച്ചോളുക ഇപ്പൊ തെറ്റുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല നമുക്ക് എക്സാമിന് ശരിയാക്കാം നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇൻ DC generators brushes are used for collection of current without sparking, collection of voltage, reducing eddy current loss, converting AC armature current into DC. Your time. Okay. രണ്ടുപേരാണ് ആൻസർ ചെയ്ത് രണ്ടുപേരും എന്താ പറഞ്ഞത് എ ആണ് പറഞ്ഞത് മൂന്ന് പേരും എ എന്ന് പറഞ്ഞു അറിയാം നമുക്ക് എന്താ ബ്രഷസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തിന്റെ മുകളിൽ നിൽക്കുന്നതാണ് കമ്മ്യൂട്ടേറ്ററിന്റെ അല്ലെങ്കിൽ ആ സ്പ്ലിറ്റ് റിംഗിന്റെ മുകളിൽ നിൽക്കുന്ന പോർഷൻ ആണ് അപ്പൊ അത് ഫൈനലി പുറമേക്ക് കൊണ്ടുപോകാനാണ് കറണ്ടിനെ പുറമേക്ക് കൊണ്ടുപോവുക അഡീഷണൽ ആയിട്ട് അവിടെ നമുക്ക് സ്പാർക്കിംഗ് ഒക്കെ ഒഴിവാക്കുക എന്നുള്ളതും കൂടി അവിടെ വരുന്നുണ്ട് അപ്പൊ അത് കളക്ഷൻ ഓഫ് കറണ്ട് ആണ് ബാക്കിയുള്ള കാര്യങ്ങൾ പിന്നെ നമുക്ക് നോക്കേണ്ട കാര്യമില്ല എന്നാലും ജസ്റ്റ് ഓപ്ഷൻസ് റീഡ് ഔട്ട് ചെയ്തോളുക എന്ന് മാത്രം ഓക്കെ the next question which of the following type of brush and their applications is correct carbon normal ratings electrographite large ratings copper graphite low voltage high current density all of the above ഒബ്വിയസ്ലി ഇപ്പൊ ഈ കേസിൽ എന്തായാലും നിങ്ങൾക്ക് ഗസ് ചെയ്തിട്ടുണ്ടാവും ഡി ആണ് ഇത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഏത് ടൈപ്പ് ബ്രഷസ് ആണെന്ന് മാത്രമേ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പൊ അത് സ്പെസിഫിക് ആയിട്ട് വേണമെങ്കിൽ ഇങ്ങനെ പറയാം നോർമൽ റേറ്റിംഗ്സിനാണെങ്കിൽ കാർബൺ ബ്രഷസും ലാർജ് റേറ്റിംഗ്സിന് മീഡിയം ടൈപ്പ് ഉദ്ദേശിച്ച ലാർജിനാണെങ്കിൽ ഇലക്ട്രോഗ്രാഫൈറ്റും അതേപോലെ സ്പെസിഫിക്കലി ലോ വോൾട്ടേജ് ഹൈ കറന്റ് ഡെൻസിറ്റിക്ക് ആണെങ്കിൽ കോപ്പർ ഗ്രാഫൈറ്റ് ബ്രഷസും ആണ് ഉപയോഗിക്കുക നോർമലി അത്ര ഇതിലേക്കൊന്നും പോകുന്നുണ്ടാവില്ലായിരിക്കും എന്നാലും ജസ്റ്റ് ക്വസ്റ്റ്യൻ പറഞ്ഞു എന്ന് മാത്രം ജസ്റ്റ് നോട്ട് ചെയ്യണമെങ്കിൽ നോട്ട് ചെയ്തോളൂ ഇത് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഓക്കെ ഞാൻ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാണേ ഓക്കെ 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 എഴുതിയോളൂ നോർമലി റെക്ടാംഗുലർ ആണ് ഉണ്ടാവുക ബ്രഷസിന്റെ ഷേപ്പ് നോർമലി റെക്ടാംഗുലർ ഷേപ്പ് ആണ് നോർമലി ഉണ്ടാവുക നിങ്ങൾ സ്പീഡ് കൂടുമ്പോൾ പറഞ്ഞോളൂ കേട്ടോ നമുക്ക് ഞാൻ വീണ്ടും പറയാണ് നമുക്ക് ഇവിടെ ഒരുപാട് ന്യൂമറിക്കൽ രീതിയിലല്ല വേണ്ടത് മെയിൻലി റിമെമ്പറിങ് പവർ ആണ് ടെസ്റ്റ് ചെയ്യുന്നത് അപ്പൊ അതുകൊണ്ട് മാക്സിമം കാര്യങ്ങൾ ഓർത്ത് വയ്ക്കുകയാണ് അപ്പൊ മാക്സിമം റിലേറ്റഡ് ഡാറ്റ കിട്ടുക എന്നുള്ളതാണ് മെയിൻ ആയിട്ടുള്ള കാര്യം എന്താണ് ചോദിക്കുക എന്നുള്ളത് എക്സാക്ട് ആയിട്ട് നമുക്ക് എടുത്ത് പറയാൻ പറ്റില്ല ഓക്കെ അപ്പൊ ഞാൻ പോവാണ് അടുത്തതിലേക്ക് ഇതിന്റെ ഓപ്ഷൻ ഡി ആയിരുന്നു കേട്ടോ എല്ലാം കറക്റ്റ് ആണ് എല്ലാം കറക്റ്റ് So which of the following bearing and their uses are correct? Ball bearing, small machines, roller bearing, large machines, neither one nor two. അത് ഒന്ന് correction ഉണ്ട് neither A or B nor B എന്നാണ് ഉദ്ദേശിച്ചത് both A and B.
ഓക്കെ, ആൻസർ ഓൾറെഡി അവിടെ വന്നിട്ടുണ്ട്. ഡി ആണ്. കഴിഞ്ഞ ക്ലാസ് നമ്മൾ പറഞ്ഞതാണ്, നോർമലി ജനറലി നമ്മൾ സ്മോളർ മെഷീൻസിന് ബോൾ ബെയറിംഗ്സ് ആണ് ഉപയോഗിക്കുക, ലാർജർ മെഷീൻസിന്റെ കേസിൽ റോളർ ബെയറിംഗ്സ് ഉപയോഗിക്കാറുണ്ട്. കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഈ ഓപ്ഷനിൽ ഒരു മിസ്റ്റേക്ക് ഉണ്ട്, സോറി ഫോർ ദാറ്റ്. ഓക്കെ, സോ നെക്സ്റ്റ്, a 4-pole DC generator is running at 1500 rpm. The frequency of the current in the armature is dash hertz. 25, 50, 100, 0. Can answer. Okay. ഒരു ആൻസർ ആണ് വന്നിട്ടുള്ളൂ, സി എന്നാണ് വന്നിട്ടുള്ളത്. എനിവൺ എൽസ്? ബി എന്ന് വന്നിട്ടുണ്ട്. വെരി ഗുഡ്. സിയും വന്നു, ബിയും വന്നു. വേറെ എന്തെങ്കിലും ഉണ്ടോ? അഗൈൻ സി. ക്വസ്റ്റ്യൻ വായിക്കാട്ടോ, സൂക്ഷിച്ച് വായിക്കുക. അതായത് 4-pole DC ജനറേറ്റർ ആണ് പറഞ്ഞിട്ടുള്ളത്. റണ്ണിങ് അറ്റ് 1500 rpm ആണ്. ഫ്രീക്വൻസി ഓഫ് ദ കറന്റ് ഇൻ ദ ആർമേച്ചർ ആണ് ചോദിച്ചിട്ടുള്ളത്. ആർമേച്ചറിൽ ഇപ്പോൾ നമുക്കറിയാം 4-pole AC ജനറേറ്ററിന്റെ ആണെങ്കിൽ ആ ബേസിൽ ഉണ്ടാവാൻ പോകുന്നത് എത്ര ഹെർട്സ് ആണ്? 50 ഹെർട്സ് ആണ് വരുന്നത്. ഓക്കെ, ഇപ്പോൾ ട്വൈസ് ഒന്നല്ല, ആർമേച്ചറിലത്തെ ആണ് നമ്മൾ ചോദിച്ചത്. ഓക്കെ, next question. The pole shoe of a DC machine is laminated for the purpose of decreasing hysteresis loss, decreasing eddy current loss, both A and B. Manufacturing is. Can answer? C പറയുന്നുണ്ട്, B പറഞ്ഞിട്ടുണ്ട്. രണ്ട് ആൻസറേ വന്നുള്ളൂ. വേറെ ഒരു ആൻസർ ചെയ്യുന്നില്ല. ബി. ഓക്കെ, ലാമിനേഷൻ ആണ്. ലാമിനേറ്റ് ചെയ്യുന്നത്, അതായത് ചെറിയ സെഗ്മെന്റ്സ് ആക്കിയിട്ട് ലാമിനേറ്റ് ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാ? റെഡ്യൂസ് ചെയ്യാൻ, എഡി കറന്റ് ലോസ് കുറയ്ക്കാനാണ്. സർക്കുലേറ്റിംഗ് ലോസ് എഡി കറന്റ് ലോസിനാണ്. എവിടെ ലാമിനേഷൻ വന്നാലും അത് എഡി കറന്റ് ആണ്. അതിപ്പോ DC മെഷീനിലൊന്നുമില്ല, ട്രാൻസ്ഫോമറിലായാലും സെയിം പർപ്പസ് തന്നെയാണ്. ഹിസ്റ്ററിസിസിനല്ല, എഡി കറന്റ് ആണ്. അപ്പൊ ഇത് ഞാൻ അതിന് വേണ്ടിയിട്ട് തന്നെയാണ് ബോത്ത് എ ആൻഡ് ബി എന്നിട്ട്. ചില കേസിൽ നമ്മൾ ക്വസ്റ്റ്യൻ കാണുമ്പോൾ അതിൽ ബോത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ബോത്ത് എ ആൻഡ് ബി എന്നുള്ള ഓപ്ഷൻ വന്നു കഴിഞ്ഞാൽ നോർമലി നമുക്കൊരു ടെൻഡൻസി ഉണ്ട് അത് കുത്താൻ. അതേപോലെ ഓൾ ദ എബോ എന്ന് കണ്ടു കഴിഞ്ഞാൽ അതിലേക്കും ഉള്ള ഒരു ടെൻഡൻസി ഉണ്ട്. അപ്പൊ അതുകൊണ്ട് ഇവിടെ ആഡ് ചെയ്തതാണ് ബോത്ത് എ ആൻഡ് ബി. ആൻസർ എല്ലാം ഓപ്ഷൻസും വായിച്ചതിന് ശേഷം പോയാൽ മതി. ഓക്കെ, ഇപ്പോൾ എഡി കറന്റ് ലോസ് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? ലാമിനേറ്റഡ് ആയിട്ട് പോൾ ഷൂ ഉണ്ടാക്കുന്നത്. Then, which of the following is or are the advantages of carbon brushes over the copper brushes? They are not hard as copper brush. They are self-lubricating in nature. In case of any sparking, they will be less damage than copper brushes. All the above. Okay. കറക്റ്റ് ആണ്. ഇത് ഞാൻ ഈ പറഞ്ഞ പോലെ കഴിഞ്ഞ ക്ലാസ് ഞാൻ എടുത്തു പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ ഈ അഡ്വാൻറ്റേജസ് ഒക്കെ വരുന്നുണ്ട് എന്തിന്? കാർബൺ ബ്രഷസ്, കോപ്പർ ബ്രഷസിന്റെ മുകളിൽ. ഒന്ന് എന്താ പറയാ, കോപ്പറിന്റെ അത്ര ഹാർഡ് അല്ല, പിന്നെ സെൽഫ് ലൂബ്രിക്കേറ്റിംഗ് ആണെന്ന് പറയാം. പിന്നെ സ്പാർക്കിംഗ് വരുമ്പോൾ വലിയ ഡാമേജ് ഉണ്ടാവില്ല ഏതിന്റെ കേസിൽ? കാർബൺ ബ്രഷസിന്റെ കേസിൽ. ഇതൊക്കെ ഇതിന്റെ അഡ്വാൻറ്റേജ് ആയിട്ട് പറയാം, കാർബൺ ബ്രഷസിന്റെ, ഗ്രാഫൈറ്റ് ബ്രഷസിന്റെ ഓവർ കോപ്പർ ബ്രഷസ്. ഓക്കെ, so next question. The air gap between the yoke and armature in a DC machine is kept very small to avoid locking of the armature, to avoid overheating, to achieve a stronger magnetic field, all of the above. C. Again C. Okay, C. ഓക്കെ, എല്ലാവരും സി ആണ് ആൻസർ പറയുന്നു. എന്തുകൊണ്ടാണ് അത് സി ആണ് ആൻസർ പറയുന്നത്? ഇത് ഞാൻ ഇതേപോലെ ഡയറക്റ്റ് ആയിട്ട് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല എന്ന് തോന്നുന്നു. എയർ ഗ്യാപ്പ് ഉണ്ടാവും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു പോർഷൻ എന്ന് പറയുന്നത് എയർ ഗ്യാപ്പ് ആണ്. അത് നമ്മളൊരു കൺസ്ട്രക്ഷനിൽ വരുന്നതല്ലെങ്കിലും അതിൽ നമ്മളത് മെയിൻറ്റെയിൻ ചെയ്യും ഒരു പെർട്ടിക്കുലർ ഇതിലൊക്കെ. അപ്പൊ ഇവിടെ എയർ ഗ്യാപ്പ് എന്താക്കിട്ടാ വയ്ക്കുന്നത്? സ്മോൾ ആക്കിട്ടാ വയ്ക്കുന്നത്. അതിന്റെ റീസൺ ആണ് ചോദിച്ചത്.
ഇവിടെ ഇപ്പൊ പറയുന്നത് ടു അച്ചീവ് സ്ട്രോങ്ങർ മാഗ്നറ്റിക് ഫീൽഡ് ആണ്. എന്തുകൊണ്ടാണ് അവിടെ റിലക്ടൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമൊക്കെ വരുന്നുണ്ട്. അപ്പൊ അത് വെക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സ്ട്രോങ്ങർ മാഗ്നറ്റിക് ഫീൽഡ് കിട്ടാൻ വേണ്ടിയിട്ടാണ് എയർ ഗ്യാപ്പ് എപ്പോഴും എന്താക്കി വെക്കുന്നത്, കുറച്ച് വെക്കുന്നത്. ഓക്കെ, ഇപ്പൊ ഒരു ക്വസ്റ്റ്യനും കൂടി. The yoke of small DC generators are generally made of cast steel, rolled steel, cast iron, any of the above. സിയും വന്നിട്ടുണ്ട്, ഡിയും വന്നിട്ടുണ്ട്. ഓക്കെ, ഓപ്ഷൻ എന്താണ്? സി ആണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താ, സ്മോൾ മെഷീൻസിനാണെങ്കിൽ, സ്മോൾ ജനറേറ്റേഴ്സിന്റെ കേസിലാണ് കാസ്റ്റ് അയൺ ഉപയോഗിക്കുന്നത്. ലാർജറിന്റെ കേസിൽ കാസ്റ്റ് സ്റ്റീൽ അല്ലെങ്കിൽ റോൾഡ് സ്റ്റീൽ ഓർ റോൾഡ് സ്റ്റീൽ ക്യാൻ ബി യൂസ്. എനി ഓഫ് ദ എബോ എന്നുള്ള വന്നു കഴിഞ്ഞാൽ നമുക്ക് നോർമൽ ടെൻഡൻസി വരും. അപ്പൊ ഞാൻ വീണ്ടും പറയാണ്, എല്ലാ കേസിലും അങ്ങനെ തന്നെ ആവണമെന്നൊരു നിർബന്ധമൊന്നുമില്ല. ഓൾ ഓഫ് ദ എബോ അല്ലെങ്കിൽ എനി ഓഫ് ദ എബോ വന്നു എന്ന് വെച്ചിട്ട് അതാവണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഇവിടെ ആക്ച്വലി ഡിഫറൻസ് തന്നെ ഉണ്ട്. ഒന്ന് സ്റ്റീലാണ്, മറ്റേത് അയൺ ആണ് എന്നുള്ള ഡിഫറൻസ് ഉള്ള സ്ഥിതിക്ക് എന്തായാലും അങ്ങനെ ആവാനുള്ള ഒരു ചാൻസ് കുറവാണ് എന്നുള്ളതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ആലോചിച്ചിട്ട് പോയാൽ മതി. ഓക്കെ, ഇത്രയാണ് തൽക്കാലം കഴിഞ്ഞ ക്ലാസ്സിന്റെ ബേസിലുള്ള ക്വസ്റ്റ്യൻസ് ഉള്ളത്. തൽക്കാലം നമുക്ക് ആ കൺസ്ട്രക്ഷനെ അവിടെ വെച്ചിട്ട് ഇനി ബാക്കി അടുത്തതിലേക്ക് പോവാം. ഞാൻ ജസ്റ്റ് മാറ്റുന്നുണ്ട്. ഓക്കെ, ഇപ്പൊ നെക്സ്റ്റ് നമുക്ക് വരുന്നത് എന്താ പറയാ, ആർമേച്ചർ വൈൻഡിങ്സ് ആണ്. ഇപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞ കൺസ്ട്രക്ഷൻ ആയിരുന്നു. അതിൽ വേറൊരു മെയിൻ പാർട്ട് എന്ന് പറയുന്നത് വൈൻഡിങ് ആണ്, ആർമേച്ചർ വൈൻഡിങ് ആണ്. ആർമേച്ചർ വൈൻഡിങ്ങിനെ കുറിച്ച് കുറച്ച് നമ്മൾ പറയേണ്ടി വരും. കുറച്ചധികം ടേംസ് ഓർത്തി വെക്കേണ്ടി വരും. ഇതിൽ നിന്ന് നമുക്ക് കുറെ കൺഫ്യൂസിങ് ആയിട്ടുള്ള ഭാഗങ്ങൾ വരാം. എന്നാലും ഒരുപാട് ഡീറ്റെയിലേക്കൊന്നും നമുക്ക് പോയില്ല എന്നുള്ള പ്രതീക്ഷയിൽ, എന്നാലും നമുക്ക് അത്യാവശ്യം മാക്സിമം കവർ ചെയ്തിട്ട് തന്നെ പോവാം. സബ് എഞ്ചിനീയറിന്റെ ഒരു ഇതിൽ ഒരുപാട് ഡീറ്റെയിലേക്കൊന്നും പോയില്ലെങ്കിലും ഒരുവിധം കാര്യങ്ങളും ആ ഒരു ലെവലിൽ പഠിച്ചിട്ടുണ്ടാവേണ്ടതാണ്. അപ്പോൾ ആർമേച്ചർ വൈൻഡിങ് ആണ് പറയേണ്ടത്. വൈൻഡിങ് എന്താണെന്നുള്ളതൊക്കെ നമുക്കറിയാം. വൈൻഡിങ് ഡയഗ്രം കാര്യങ്ങളൊക്കെ വരച്ചിട്ടുള്ളതായിരിക്കും. നമുക്ക് അത്രയ്ക്കൊന്നും പോയില്ലെങ്കിലും അതിലത്തെ കാര്യങ്ങൾ എന്താണെന്നുള്ളത് അറിയേണ്ടി വരും. ഓരോന്നും എന്താണ് എന്നുള്ളത് നമുക്ക് അറിയേണ്ടതായിട്ട് വരും. അപ്പൊ ഇതിൽ വൈൻഡിങ്ങിലേക്ക് പോകുന്നതിന് മുന്നേ ഏറ്റവും ആദ്യം നമുക്ക് അറിയേണ്ടിരുന്ന അല്ലെങ്കിൽ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ലോട്ട് ആണ്. ഓക്കെ, അപ്പൊ നമ്മളവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആർമേച്ചർ പെരിഫറി എന്ന് പറഞ്ഞത് എന്തായിട്ടാണ്, സ്ലോട്ടഡ് ആയിട്ടാണ് ഉണ്ടാവുക എന്നുള്ളത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആർമേച്ചർ പെരിഫറിയിൽ എന്താ പറയാ, നിറച്ച് എന്താ സ്ലോട്ട്സ്, കുഴികൾ എന്നുള്ള രീതിയിൽ വേണമെങ്കിൽ പറയാം. അപ്പോ അതിന്റെ പെരിഫറി ഫുള്ളി സ്ലോട്ടഡ് ആയിട്ടാണ് ഉണ്ടായിരുന്നത്. ഈ സ്ലോട്ട്സിലാണ് എന്ത് വെക്കാൻ പോകുന്നത്, നമ്മൾ വൈൻഡിങ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ എന്താണ് സ്ലോട്ട് എന്നുള്ളത് നമുക്ക് അറിയണം. ഈ കാര്യം കാണുന്നതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, സ്ലോട്ട് എന്ന് വിളിക്കുന്നത്. ഇതൊക്കെ സ്ലോട്ട്സ് ആണ്. ഓക്കെ, അപ്പൊ അതാണ് സ്ലോട്ട് എന്ന് പറയുന്നത്. ഇനി ഇവിടെ വേറെ നമ്മളിപ്പോ പറഞ്ഞൊരു ടേം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈൻഡിങ് ആണ്. വൈൻഡിങ്, ആർമേച്ചർ വൈൻഡിങ് ആണ് പറയാൻ പോകുന്നത്. സോ വൈൻഡിങ് എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? What is this winding? വൈൻഡിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ എന്താ പറയാ, നമ്മളെ സ്ലോട്ട്സിൽ എങ്ങനെയാണ് എന്താ അറേഞ്ച് ചെയ്തിട്ടുള്ളത് എന്നുള്ളത്, ആർമേച്ചർ കണ്ടക്ടേഴ്സ് അറേഞ്ച് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ കോയിൽസ് എന്ന് പറയും. അപ്പൊ അതെന്താ ഞാൻ കറക്റ്റ് ആയിട്ട് പറയാം. സോ ദ ഫാഷൻ എന്ന് വേണമെങ്കിൽ പറയാം, ദ ഫാഷൻ ഇൻ വിച്ച് armature conductors are arranged in the slots. ഓക്കെ, ഇതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, വൈൻഡിങ് എന്ന് വിളിക്കുന്നത്. ഇതൊന്നും എന്തായാലും ചോദിക്കില്ല, ജസ്റ്റ് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. വൈൻഡിങ് എന്താന്ന് അറിഞ്ഞിട്ട് അതിലേക്ക് പോകുന്നതാണല്ലോ അർത്ഥം. ഈ വൈൻഡിങ്ങിൽ നമുക്കറിയാം, ആ വൈൻഡിങ് വഴിയാണ് അല്ലെങ്കിൽ ആ വൈൻഡിങ്ങിൽ ഇതാവുന്നത് വഴിയാണ് നമുക്ക് എനർജി കൺവേർഷൻ കാര്യങ്ങളൊക്കെ നടക്കുന്നത് എന്ന് അറിയാം. ഇതിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുറച്ച് ടേംസും കുറെ കാര്യങ്ങളാണ് പഠിക്കേണ്ടത്. അപ്പൊ അതിന് മുന്നേ നമുക്ക് സ്ലോട്ട് എന്താണെന്ന് അറിയാം, വൈൻഡിങ് എന്ന് അറിയാം. ഇനി നമുക്ക് അറിയേണ്ടത് കണ്ടക്ടർ ആണ്. കണ്ടക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് എന്നുള്ളത് എന്തായാലും അറിയുന്നതായിരിക്കും. എന്നാലും നമുക്കൊരു അതിൽ പറഞ്ഞു പോവാന്ന് മാത്രം. കണ്ടക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളവിടെ കാണുന്ന അല്ലെങ്കിൽ
ആ മാഗ്നറ്റിക് ഫീൽഡിൽ കെടുക്കുന്ന വയറിന്റെ ലെങ്ത് ഓഫ് വയർ എന്ന് പറയാം. ലെങ്ത് ഓഫ് വയർ lying in the magnetic field. ആ വയറിലാണ് എന്ത് ഇൻഡ്യൂസ് ചെയ്യുന്നത്? EMF ഇൻഡ്യൂസ് ചെയ്യുന്നത്. ഞാനവിടെ എഴുതിയിട്ടില്ല. കണ്ടക്ടർ എന്ന് പറഞ്ഞപ്പോൾ ലെങ്ത് ഓഫ് വയർ ലൈങ് ഇൻ ദ മാഗ്നറ്റിക് ഫീൽഡ് ഇൻ വിച്ച് EMF ഈസ് ഇൻഡ്യൂസ്ഡ് ബൈ ഫാരഡേസ് ലോസ് ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ, ഓർ ഇവിടുത്തെ കേസിലാണെങ്കിൽ ഡൈനാമിക് ഇൻഡക്ഷൻ ആണെങ്കിൽ ആ ഇൻഡക്ഷൻ വഴി EMF ഇൻഡ്യൂസ് ചെയ്യുന്നത്. ഓക്കെ, അത് ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറയാൻ വേണ്ടിയിട്ട് ഒരെണ്ണം വരച്ചിട്ട് നമുക്ക് പറയുന്നതായിരിക്കും നല്ലത്. രണ്ട് കേസുകൾ വരച്ചിട്ട് അതിന്റെ രീതിയിൽ നമുക്ക് പറഞ്ഞു പോവാം. എന്തായാലും നമുക്ക് വരയ്ക്കാനൊന്നും ഉണ്ടാവില്ലെങ്കിലും എന്താണ് കാര്യം എന്നുള്ളത് അറിയാമല്ലോ. സോറി, ഇതിലെ പല ഇതിലൊക്കെ നിങ്ങൾ പല തരത്തിലായിരിക്കും പഠിച്ചിട്ടുണ്ടാവുക. അധികം കേസിലും പഠിച്ചിട്ടുണ്ടാവുക ഒരു സൈഡ് എന്താ പറയാ തിക്കായിട്ടും മറ്റേ സൈഡ് ഡോട്ടഡ് ആയിരിക്കും. ചിലവര് അത് ഡോട്ടഡ് ആയിട്ട് ഉപയോഗിക്കണം നിർബന്ധമൊന്നുമില്ല. അത് പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഡോട്ടഡ് ഉപയോഗിക്കുന്നേ ഉള്ളൂ, അങ്ങനെ നിർബന്ധമൊന്നുമില്ല. ചില ബുക്കുകളിൽ ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവുക തിക്കായിട്ടുള്ള ഡ്രോയിങ് തന്നെയായിരിക്കും കണ്ടിട്ടുണ്ടാവുക. ഓക്കെ, അപ്പൊ ഇവിടെ ഇതൊരു കേസ് മാത്രമാണ് കേട്ടോ. ഇതില് ഈ താഴെ ഈ കാണുന്ന സംഭവം, അതായത് ഈ കാണുന്നതാണ് നമ്മളുടെ ഒരു കോയിൽ എന്ന് പറയുന്നത്. ഇതൊരു ഒരൊറ്റ കോയിലിന്റെ കേസാണ് കാണിച്ചിട്ടുള്ളത്. അപ്പൊ അതില് ഇപ്പൊ ഇതിനൊരു പേരിടുകയാണെങ്കിൽ ഞാനിപ്പോ ഇതിനെ ABCD, ഈ AB എന്ന് പറയുന്ന പോർഷനും CD എന്ന് പറയുന്ന പോർഷനും സ്ട്രെയിറ്റ് ആയിട്ട് നിൽക്കുന്നതാണ്. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? കണ്ടക്ടർ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ ഇവിടെ പറഞ്ഞ ഈ ലെങ്ത് ഓഫ് വയർ ലൈങ് ഇൻ ദ മാഗ്നറ്റിക് ഫീൽഡ്, അപ്പൊ ഒരു സ്ട്രെയിറ്റ് ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? കണ്ടക്ടർ എന്ന് ഇട്ടിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പൊ സോ ദിസ് ഈസ് കണ്ടക്ടർ ഓവർ ഹിയർ. ഈ കേസിൽ നമുക്ക് പറയുകയാണെങ്കിൽ അവിടെ രണ്ട് കണ്ടക്ടേഴ്സ് ആണ് വരുന്നത്. AB ആൻഡ് CD എന്ന് പറയുന്ന രണ്ട് കണ്ടക്ടേഴ്സ് വരുന്നുണ്ട്. അപ്പോ ഇതിന്റെ സ്റ്റാർട്ട് എൻഡ് എന്നുള്ള രീതിയിലാണ് പറയാ. സ്റ്റാർട്ടിങ് എൻഡും അതേപോലെ ഇത് അതിന്റെ ഫിനിഷിംഗ് എൻഡ് എന്നാണ് പറയാ. സോ ഇവിടെ നിന്ന് തുടങ്ങി AB തുടങ്ങി ഇവിടെ വന്നു, എന്നിട്ട് ഫൈനലി CD വഴി താഴത്തേക്ക് കംപ്ലീറ്റ് ആയി. ഇപ്പൊ ഈ താഴത്തെ എന്താണ് എന്നുള്ളൊരു ചോദ്യം വരാം. താഴത്ത് നിൽക്കുന്നത് നമ്മളുടെ എന്താണ്? താഴെ നിൽക്കുന്നത് എന്താ? ഡീറ്റെയിൽ ആയിട്ട് അറിയുന്നതായിരിക്കും നിങ്ങൾക്ക്. ഈ താഴെ വന്ന് കാണുന്ന കണക്ഷൻസ് ആണ് അതിന്റെ ഓക്കെ കമ്മ്യൂട്ടേറ്റർ സെഗ്മെന്റ് അല്ലെങ്കിൽ കമ്മ്യൂട്ടേറ്റർ ബാർസ് എന്ന് പറയുന്നത്. കമ്മ്യൂട്ടേറ്റർ നമുക്ക് സിംപ്ലി അങ്ങനെ പറയാം. കമ്മ്യൂട്ടേറ്റർ എന്ന് പറയുന്ന പോർഷൻ ആണ് ഇവിടെ. അപ്പൊ ഇതിന് നമ്പറിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കാം. തൽക്കാലം വേണമെങ്കിൽ നമുക്ക് ഇതിനെ 1, 2 എന്നുള്ള രീതിയിലിട്ട് പോവാം. കാരണം ഇവിടെ ഇതിൽ നിന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇവിടെ നിന്നാണ് നമ്മൾ എന്താ പറയുക റെഫറൻസ് എന്നുള്ള രീതിയിൽ എടുക്കുന്നെങ്കിൽ ഇതിനെ ഫസ്റ്റ് എന്നുള്ള രീതിയിലാണ് പറഞ്ഞു പോകുക. അത് ഇങ്ങനെ കംപ്ലീറ്റ് ആയി ചില ബുക്കിൽ ഇവിടെ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ടാവും, C എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ടാവും. നമുക്കിപ്പോൾ അത് അധികം ആവശ്യമൊന്നും വരില്ല, എന്നാലും ജസ്റ്റ് ഒരു ഐഡിയക്ക് പറഞ്ഞു മാത്രം. അത് അവസാനിപ്പിക്കുന്നത് എത്രയിലാണ് അവസാനിക്കുന്നത് എന്നുള്ള ഒരു അർത്ഥത്തിലാണ് C ഒക്കെ ഇട്ടിട്ടുണ്ടാവുക. ഓക്കെ, നമുക്കത് അറിയാത്തത് കൊണ്ട് അതിടണം നിർബന്ധമൊന്നുമില്ല. എന്തായാലും ഇവിടെ ഒരൊറ്റ കോയിലാണ് കാണിച്ചത്. ഒരു കോയിൽ എന്ന് പറയുന്നത് ഈ ഒരു കേസിൽ രണ്ട് കണ്ടക്ടേഴ്സ് കൂടിയിട്ടുള്ളതാണ് ABCD എന്ന് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഇതാണ് ഇവിടുത്തെ കേസിലെ ഒരു കോയിൽ. പിന്നെ ഈ ഒരു കോയിലിന് ഒരു പേരും കൂടിയും പറയും. സിംഗിൾ ടേൺ എന്നാണ് പറയാ. സിംഗിൾ ടേൺ കോയിലാണ് ഇപ്പോൾ ഇവിടെ കാണിച്ചിട്ടുള്ളത്. ഈ സിംഗിൾ ടേൺ കോയിലില് ഇത് രണ്ടും നമ്മളുടെ കണ്ടക്ടേഴ്സ് ആയിരുന്നു. അതിനെ തന്നെ എന്താ പറയാ ഒരു ഇതിനെ കോയിൽ സൈഡ് എന്ന് പറയാം. അപ്പൊ അതൊരു കൺഫ്യൂഷൻ വരുന്ന ടേം ആണ്, അടുത്തും കൂടി പറഞ്ഞിട്ട് ഡീറ്റെയിൽ ചെയ്യാം. ഇതാണ് കണ്ടക്ടർ എന്ന് പറയുന്നത്. പിന്നെ ഈ ഭാഗത്തിനെ പറയാ ഇതിന്റെ എൻഡ് കണക്ഷൻ എന്നാണ് പറയാ. സോ എൻ കണക്ഷൻ എന്നാണ് പറയാ. അപ്പോ ഈ ഒരു കേസിൽ ഒരു സിംഗിൾ ടേൺ കോയിലിന്റെ കേസിൽ ഈ കണ്ടക്ടേഴ്സ് പ്ലസ് ഈ എൻ കണക്ഷൻസ് അത്രയും കൂടിയതാണ് വൺ കോയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഒരു സിംഗിൾ ടേൺ കോയിലിന്റെ കേസിൽ കണ്ടക്ടേഴ്സ് പ്ലസ് എൻ കണക്ഷൻസ് ഇവിടെ കാണുന്നത് ആണ് നമ്മളുടെ ഒരു കോയിൽ. അപ്പൊ ഈ കേസിലാണെങ്കിൽ AB പ്ലസ് CD പ്ലസ് എൻ കണക്ഷൻസ് ആണ് ഇവിടുത്തെ ഒരു കോയിൽ എന്ന് പറയുന്നത്. ഓക്കെ, ഇതേപോലെ മാത്രമല്ല കോയിൽസ് ഉണ്ടായിരിക്കുള്ളൂ.
മൾട്ടി ടേൺ കോയിൽസ് ഉണ്ടായിരിക്കാം. മൾട്ടി ടേൺ കോയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വരച്ച് കാണിക്കാം, അപ്പൊ മനസ്സിലാവും എന്ന് വിചാരിക്കുന്നു. മൾട്ടി ടേൺ കോയിൽ ആവുമ്പോ ഓക്കെ, ഇവിടെ ഒരു കോയിലില് ഒരൊറ്റ ടേൺ അല്ല ഉണ്ടായിരിക്കുക, പകരം ഈ പോർഷൻ നമ്മൾ തിക്കായിട്ട് കാണിക്കുന്നു. സോ ഇത് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്തു. ഓക്കെ, സ്റ്റാർട്ടിങ് എൻഡ് തിക്കായിട്ട് കാണിച്ചു. ഇനി അതിന്റെ ഫിനിഷിംഗിലേക്ക് പോകുമ്പോൾ ഞാൻ അത് ഡോട്ടഡ് ആയിട്ട് കാണിക്കുന്നുണ്ട്. ഇവിടെ വന്നു. ഇനി ഇവിടെ നിന്ന് എന്താണ് സംഭവിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അവിടെ അവസാനിക്കുക അല്ല, ഇവിടെ നിന്ന് താഴേക്ക് വരുന്നു, എന്നിട്ട് അത് എവിടേക്ക് കയറും, ഇതിലേക്ക് കയറും. ഓക്കെ, ഇനി വീണ്ടും ഇത് ഇവിടുന്ന് ഇങ്ങോട്ട് പോവും, അതിന്റെ ഫിനിഷിംഗ് താഴേക്ക് വരുന്നു. വീണ്ടും ഞാൻ ഒരു ഡോട്ടഡ് കണ്ടക്ടർ ആയിട്ട് കാണിക്കുന്നു ഇതുവരെ. ഇനി വീണ്ടും അത് താഴേക്ക് വരുന്നു, വീണ്ടും തിക്ക് കണക്ഷൻ കാണിക്കുന്നത്. ഇവിടെ നിന്ന് വീണ്ടും അതിന്റെ ഫിനിഷിംഗ് എൻഡിലേക്ക് പോകുന്നു, ഫിനിഷിംഗ് ഒരു കണ്ടക്ടറിന്റെ പോർഷൻ കാണിക്കുന്നു. ഓക്കെ, ഇനി ഇത് താഴേക്ക് വന്ന് എവിടെ നിൽക്കുന്നു, കമ്മ്യൂട്ടേറ്റർ സെഗ്മെന്റിന്റെ മുകളിൽ വന്ന് നിൽക്കുന്നു. ഓക്കെ, ഈ രീതിക്ക് ആണ് കണക്ഷൻ വരുന്നത്. താഴെയുള്ള കമ്മ്യൂട്ടേറ്റർ സെഗ്മെന്റ് തന്നെയാണ്. ഇവിടെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഒരു കാര്യം കാണാം. ഈ ഒരു കേസിൽ, ആദ്യത്തെ കേസിലായിരുന്നെങ്കിൽ സിംഗിൾ ടേൺ ആണ്, രണ്ട് കണ്ടക്ടേഴ്സേ ഉള്ളൂ, അത് കൂടിയിട്ടുണ്ടാവുന്നതാണ് ഒറ്റ ടേൺ. പകരം ഇതിൽ എന്ന് പറയുമ്പോൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കണ്ടക്ടേഴ്സിന്റെ എണ്ണം കൂടുതലാണ്. 1 2 3 4 5 6 കണ്ടക്ടേഴ്സ് ഉണ്ട്. അപ്പൊ ഇതിനെ പറയുന്നതാണ് എന്താ പറയാ, മൾട്ടി ടേൺ. ഒന്നിൽ കൂടുതൽ കണ്ടക്ടേഴ്സ് എന്ന് പറയാം. ഇത് ഈ ഒരു പോർഷനെ ഒരു നമുക്കിപ്പോ ഇവിടെ ഞാൻ പറഞ്ഞു സ്റ്റാർട്ടിംഗ് എൻഡ് അതുപോലെ ഫിനിഷിംഗ് എൻഡ്, ഈ സ്റ്റാർട്ടിംഗ് എൻഡുകളുടെ ഒരു എന്താ പറയാ കളക്ഷനെ വേണമെങ്കിൽ നമുക്ക് കോയിൽ സൈഡ് എന്ന് വിളിക്കാം. കോയിൽ സൈഡ്. ഈ ഫസ്റ്റത്തെ കേസിൽ ആ കാര്യമാണ് കൺഫ്യൂഷൻ വരാൻ ചാൻസ് ഉള്ള ഒരു സാധനം, കോയിൽ സൈഡ്. ഫസ്റ്റ് കേസിൽ കോയിൽ സൈഡ് എന്ന് പറയുന്നതും കണ്ടക്ടർ എന്ന് പറയുന്നതും ഒരൊറ്റ സാധനം തന്നെയുള്ളൂ. പക്ഷെ ഈ ഒരു കേസിൽ വരുമ്പോൾ നമുക്ക് കോയിൽ സൈഡ് എന്ന് പറയുമ്പോൾ ഇത്രയും പോർഷൻ എന്ന് പറയുന്നതാണ് നമ്മളുടെ എന്ത് വരുന്നത്, ഒരു കോയിൽ സൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വരുന്നത്. ഓക്കെ, ഇപ്പോ മൾട്ടി ടേൺ കോയിൽ ആണിത്, മൾട്ടി ടേൺ കോയിൽ ആണ്. സോ നേരത്തെ പറഞ്ഞ പോലെ സിംഗിൾ ടേൺ കോയിലായിരുന്നപ്പോൾ ഒരു കോയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ ബി പ്ലസ് സി ഡി പ്ലസ് എൻ കണക്ഷൻസ് ആയിരുന്നു. എ ബി എന്ന് പറയുന്നത് ഒറ്റ കണ്ടക്ടർ ആയിരുന്നു, സി ഡി എന്ന് പറയുന്നതും ഒറ്റ കണ്ടക്ടർ ആയിരുന്നു. പക്ഷെ ഇപ്പോഴത്തെ കേസിൽ എന്ന് പറഞ്ഞപ്പോൾ മൾട്ടി ടേൺ കോയിലിന്റെ കേസിൽ മെനി കണ്ടക്ടേഴ്സ് ആർ ദർ പെർ കോയിൽ സൈഡ്. മറ്റോടത്തായിരുന്നു ഇപ്പൊ കോയിൽ സൈഡിൽ ഒരൊറ്റ കണ്ടക്ടർ ഉണ്ടായിരുന്നുള്ളൂ, അതാണ് സിംഗിൾ ടേൺ. അപ്പൊ മൊത്തത്തിൽ അതിൽ വരുന്നത് എത്ര കണ്ടക്ടേഴ്സ് ഉള്ളൂ, 2 കണ്ടക്ടേഴ്സേ വരുന്നുള്ളൂ. സിംഗിൾ ടേൺ കോയിലില് എന്ത് പറയാം നമുക്ക്, 2 കണ്ടക്ടേഴ്സ്. അതാണ് അവിടുന്ന് ജനറൽ ആയിട്ട് നമുക്ക് കിട്ടുന്ന ഒരു കാര്യം. 2 കണ്ടക്ടേഴ്സ് വരുന്നു. മൾട്ടി ടേണിലാണെങ്കിൽ മിനി എന്ന് നമുക്ക് പറയേണ്ടി വരും. അത് എത്രയാണ് വരുന്നത് വെച്ചാൽ അതിനനുസരിച്ച് നമ്പർ ഓഫ് കണ്ടക്ടേഴ്സ് കൂടും. ഓക്കെ, ക്ലിയർ ആണോ? ഓക്കെ, അപ്പൊ കോയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിഫൈൻ കോയിൽ എന്നൊക്കെ പറയുന്ന കേസിൽ കോയിൽ എന്താണെന്നുള്ള ഡെഫിനേഷൻ താഴത്തെ ഓപ്ഷൻസ് ചൂസ് ചെയ്യാൻ പറയുമ്പോൾ ശ്രദ്ധിക്കണം. നേരെ ചാടി കയറി എന്തെന്ന് കണ്ടു കഴിഞ്ഞാൽ കുത്തരുത്. എന്താ പറയാ, 2 കോയിൽ സൈഡ്സ് അല്ലെങ്കിൽ 2 കണ്ടക്ടേഴ്സ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ആലോചിച്ചിട്ട് വേണം കുത്താൻ വേണ്ടിയിട്ട്. 2 കോയിൽ സൈഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറക്റ്റ് ആണ് അല്ലെ? അവിടെ കൺഫ്യൂസിംഗ് ആയിട്ടുള്ള ഒരു ഓപ്ഷൻ ആണ് വരാൻ പോകുന്നത്. 2 കോയിൽ സൈഡ് എന്ന് പറഞ്ഞാൽ കറക്റ്റ് ആണ്, പക്ഷെ 2 കണ്ടക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ തെറ്റാണ്. അത് ശരിയാവും എപ്പോ മാത്രമാണ്, സിംഗിൾ ടേണിന്റെ കേസിലാണെങ്കിൽ. അതാണ് അവിടെ നോട്ട് ചെയ്യേണ്ട പോയിന്റ്, വേറെ പ്രത്യേകിച്ച് ഒന്നുമില്ല. കോയിൽ സൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ എന്താ സിംഗിൾ ടേണിലാണ് അത് ഒറ്റ കണ്ടക്ടർ ആവുള്ളൂ, മൾട്ടി ടേണിൽ കൂടുതലാവാം. സോ ഒരിക്കലും നമുക്ക് ഡെഫിനിഷൻ ആയിട്ട് എങ്ങനെ പറയാൻ പറ്റില്ല കോയിൽ ഈസ് ഈക്വൽ ടു 2 കണ്ടക്ടേഴ്സ് എന്ന് പറയരുത്. നമുക്ക് 2 കോയിൽ സൈഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും കുഴപ്പം ഇല്ല ഒരു കോയിലില്. ക്ലിയർ? ഇവിടെ എഴുതണോ അത്?
കോയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 കോയിൽ സൈഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറക്റ്റ് ആണ്. 2 കണ്ടക്ടേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾവേസ് കറക്റ്റ് ആവില്ല, കറക്റ്റ് ആവാം സിംഗിൾ ടേൺ കോയിലിന്റെ കേസിൽ. ഓക്കെ, അപ്പൊ നമ്മൾ സ്ലോട്ട്സ് പറഞ്ഞു. സ്ലോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരുന്നു? ഇറ്റ് ഈസ് ബേസിക്കലി യൂസ് ടു ഹൗസ് ദ ആർമേച്ചർ കണ്ടക്ടേഴ്സ്. ആർമേച്ചർ കണ്ടക്ടേഴ്സിനെ ഹോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. അപ്പൊ അതിന്റെ ഡീറ്റെയിലേക്ക് വരുന്നതിന് മുന്നേ ആണ് നമ്മൾ ഈ കണ്ടക്ടർ എന്താന്ന് പറഞ്ഞതാണ്. ലെങ്ത്, ഇതിലേക്ക് എടുക്കുന്ന ഒരു ലെങ്ത് ഓഫ് വയറിനെയാണ്, മാഗ്നറ്റിക് ഫീൽഡ് എടുക്കുന്ന ലെങ്ത് ഓഫ് വയറിനെയാണ് നമ്മൾ കണ്ടക്ടർ എന്ന് പറയുന്നത്. സിംഗിൾ ടേൺ കോയിൽ എന്താന്ന് പറഞ്ഞു, മൾട്ടി ടേൺ കോയിൽ എന്താണ് എന്ന് പറഞ്ഞു. അതിൽ കോയിൽ എന്നുള്ളതിന്റെ ഡെഫിനേഷനും കോയിൽ സൈഡ് എന്താന്നുള്ളതും ശ്രദ്ധിക്കണം എന്നുള്ള കാര്യം ഞാൻ പറഞ്ഞു. ഓക്കെ, അതേപോലെ നമുക്ക് വേറൊരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, ഇതിന്റെയൊക്കെ ബിഗിനിങ് എല്ലാ എൻഡുകളും എവിടെ കണക്ട് ചെയ്തിട്ടുണ്ടാവും? ഈ കമ്മ്യൂട്ടേറ്റർ സെഗ്മെന്റിന്റെ, കമ്മ്യൂട്ടേറ്റർ ബാറിന്റെ മുകളിൽ അല്ലെങ്കിൽ കമ്മ്യൂട്ടേറ്റർ സെഗ്മെന്റ്സിന്റെ മുകളിൽ കണക്റ്റഡ് ആയിരിക്കണം കേട്ടോ. അപ്പൊ അതുകൊണ്ട് അത് ഡീറ്റെയിൽ ആയിട്ട് വേറെ വൈൻഡിങ്ങുകളും കാര്യങ്ങളൊക്കെ നമുക്ക് പതുക്കെ വരാം. എന്തായാലും താഴെ അവർ എവിടെ കണക്റ്റഡ് ആവണം? കമ്മ്യൂട്ടേറ്ററിന്റെ മുകളിൽ കണക്റ്റഡ് ആവണം. നോർമലി കമ്മ്യൂട്ടേറ്റർ ബാർസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോട്ടൽ നമ്പർ ഓഫ് കോയിൽസിന് ഈക്വൽ ആവത്തക്ക രീതിയിലായിരിക്കും അധികം ഉണ്ടായിരിക്കുക. അതേപോലെ ഇവിടെ വൈൻഡിങ് എലമെന്റ് എന്ന് പറഞ്ഞിട്ട് ചിലപ്പോൾ ഉപയോഗിക്കാം. അത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കോയിൽ സൈഡിനെയാണ് ചിലപ്പോൾ വൈൻഡിങ് എലമെന്റ് എന്നൊക്കെ പറയാറുണ്ട്. വൈൻഡിങ് എലമെന്റ് എന്നൊക്കെ ചിലപ്പോൾ യൂസ് ചെയ്യാം, അധികം വരുന്നുണ്ടാവില്ലായിരിക്കും. ഓക്കെ, അത് വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമല്ല, ജസ്റ്റ് പറഞ്ഞു മാത്രം. പിന്നെ ഈ സ്ലോട്ട്സിന്റെ കാര്യം പറഞ്ഞപ്പോൾ ഞാൻ ഒരു കാര്യം അവിടെ പറയാൻ വിട്ടുപോയിട്ടുണ്ടായിരുന്നു. ഈ സ്ലോട്ട്സ് എന്ന് പറയുന്നത് തന്നെ ജനറലി രണ്ട് ടൈപ്പ് ആയിട്ടാണ് വരുന്നത്. ഒന്ന് റെക്ടാംഗുലർ, ഞാനിപ്പോ വരച്ചതിൽ റെക്ടാംഗുലർ എന്നുള്ള രീതിയിലാണ് വരച്ചത്. എന്ന് വെച്ചിട്ട് റെക്ടാംഗുലർ മാത്രമല്ല, റെക്ടാംഗുലറും ഉണ്ടാവാം, അതേപോലെ തന്നെ സർക്കുലറും ഉണ്ടാവാം. ഓക്കെ, ഈ റെക്ടാംഗുലർ എപ്പോഴാണ് ഉപയോഗിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ലാർജർ മെഷീൻസിന്റെ കേസിലാണ് റെക്ടാംഗുലർ ഉപയോഗിക്കുന്നത്. സ്മോളർ മെഷീൻസിന്റെ കേസിലാണ് എന്ത് ഉപയോഗിക്കുന്നത്? സർക്കുലർ ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പൊ അത് ഞാൻ ജസ്റ്റ് അവിടെ പറയാൻ മിസ്സായി, ഓർമ്മ വന്നപ്പോൾ പറഞ്ഞു മാത്രം. പിന്നെ അവിടെ പറയാവുന്ന വേറെ കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ, സ്ലോട്ട്സിന്റെ കേസിൽ പറയാവുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെൽ ഇൻസുലേറ്റഡ് ആയിരിക്കും. അവിടെ എന്താ പറയാ, ഷോർട്ട് സർക്യൂട്ട്, ആർമേച്ചർ കണ്ടക്ടേഴ്സ് ഷോർട്ട് സർക്യൂട്ട് ഒന്നും ആവാൻ പാടില്ല. അപ്പൊ അതിന് വേണ്ടിയിട്ട് തന്നെ ഇവരെ വെൽ ഇൻസുലേറ്റഡ് ആയിട്ടാണ് സ്ലോട്ട്സ് ഉണ്ടായിരിക്കുക. അതേപോലെ തന്നെ ഇതിൽ വെക്കുന്ന ആർമേച്ചർ കണ്ടക്ടേഴ്സും ഇൻസുലേറ്റഡ് ആയിരിക്കും. അപ്പൊ നമ്മൾ ഈ പറയുന്ന കണ്ടക്ടേഴ്സ് ഒക്കെ എന്തായിരിക്കും? ഇൻസുലേറ്റഡ് ആയിരിക്കും. കണ്ടക്ടർ ഇൻസുലേറ്റഡ് ആണ്. ഈ കണ്ടക്ടർ ഇൻസുലേഷന് നോർമലി റെക്ടാംഗുലർ എന്ന് പറഞ്ഞാൽ ഈ കട്ട്, റെക്ടാംഗുലർ ടൈപ്പ് കട്ട് എന്നുള്ള ഒരു ഉദ്ദേശം മാത്രമേ വരുന്നുള്ളൂ കേട്ടോ. കട്ടാണല്ലോ, നമുക്ക് സ്ലോട്ട് ആണല്ലോ പറയുന്നത്. സ്ലോട്ട് എന്ന് പറഞ്ഞാൽ കട്ട്. ഓക്കെ, ഇപ്പൊ നമ്മളൊരു സിലിണ്ടറിന്റെ മുകളിൽ നിന്ന് കട്ട് ചെയ്ത് റിമൂവ് ചെയ്ത പോലെ എന്നുള്ള രീതിയിലല്ല പറയണത്. അപ്പൊ ആ സ്ലോട്ടിന്റെ ഷേപ്പ് ആണ് ഉദ്ദേശിച്ചത്, വേറെ ഒന്നുമില്ല. ലാർജർ മെഷീൻസിന് സർക്കുലർ, സ്മോളർ മെഷീൻസിന് അപ്പൊ സർക്കിൾ ആയിരിക്കുമോ? സർക്കുലാർ എന്നാണ് പറയുന്നത്. സർക്കിൾ എന്നല്ല. അല്ല, ഈ എന്താ പറയാ, ഈ കട്ടിങ്ങിന്റെ ഷേപ്പ് ആണോ പറയണേ? അതെ, അവിടുത്തെ ഗ്രൂവ് എന്നല്ല പറയാ, ഗ്രൂവെന്നോ ഇതേപോലെ ആയിരിക്കും. ഇവിടെ വരച്ചിട്ടുണ്ട്, വൃത്തിയായിട്ടുണ്ടോന്ന് അറിയില്ല. ഓക്കെ, അപ്പൊ പറഞ്ഞു വന്നത് എന്തായിരുന്നു? ഓക്കെ, അപ്പോ ഈ കണ്ടക്ടേഴ്സ് എന്ന് പറയുന്നതും എന്തായിരിക്കും? ഇൻസുലേറ്റഡ് ആയിരിക്കും. ഇപ്പൊ കണ്ടക്ടേഴ്സ് ഇൻസുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോ എന്തായിരിക്കും കണ്ടക്ടർ ഇൻസുലേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്നത്? കേട്ടിട്ടുണ്ടോ? കോട്ടൺ ആണ് യൂസ് ചെയ്യുന്നത്. ഒന്ന് കോട്ടൺ, അത് തന്നെ എന്താ പേപ്പർ ഓർ കോട്ടൺ പറയാം. അത് തന്നെ സിംഗിൾ ഓർ ഡബിൾ കവർ എന്നൊക്കെ പറയും. പിന്നെ കോട്ടൺ കവർ ആണ് കൊടുക്കുന്നത്, സിംഗിൾ അല്ലെങ്കിൽ ഡബിൾ ലെയർ. പിന്നെ അതേപോലെ ഉപയോഗിക്കുന്നത് ഒരെണ്ണം ഇനാമൽ ഉപയോഗിക്കാം. പേപ്പർ ഉണ്ട്, ഓക്കെ, ഇനാമൽ ഇതൊക്കെയാണ് ജനറലി ഇൻസുലേറ്റ് ചെയ്യാൻ, കണ്ടക്ടേഴ്സിനെ ഇൻസുലേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്നത്. ഓക്കെ,
ജസ്റ്റ് പറഞ്ഞു മാത്രം. ഇത് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്, സ്ലോട്ടും കണ്ടക്ടറും വൈൻഡിങ്ങും എന്താണ് എന്നുള്ളത്. 3 ഓക്കെ. ഒരു ടേൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് അപ്പോ? 1 ടേൺ എന്ന് പറഞ്ഞാൽ എന്താ? ക്വസ്റ്റ്യൻ ഇതായിരുന്നു. ത്രീ ടേൺ കോയിൽ എത്ര കോയിൽ സൈഡ് ഉണ്ടായിരിക്കും എന്നുള്ളത്. കോയിൽ സൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ അതാ ഞാൻ വീണ്ടും പറഞ്ഞ, കോയിൽ സൈഡ് എന്ന് പറഞ്ഞ ഉദ്ദേശിക്കുന്നത് ഈ ഒരു സെറ്റിനെയാണ് ഉദ്ദേശിക്കുന്നത്, ഈ ഒരു സെക്ഷനെ, ഫ്രണ്ട് അതേപോലെ ബാക്ക് എന്ന് പറയുന്നത്. അപ്പൊ അത് സെയിം തന്നെയാണ്. അതിന്റെ ഉള്ളിലത്തെ കണ്ടക്ടേഴ്സിന്റെ കൗണ്ട് ആണ് വ്യത്യാസം വരുന്നത്. ഇവിടെ ആയാലും അവിടെ ആയാലും ഒരു കോയിലിന് 2 കോയിൽ സൈഡേ ഉണ്ടാവുള്ളൂ. ഓക്കെ, ആ കോയിൽ സൈഡിൽ വരുന്ന കണ്ടക്ടേഴ്സിന്റെ കൗണ്ട് ആണ് കേട്ടോ വ്യത്യാസം വരുന്നത്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. സിംഗിൾ ടേൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒറ്റ ടേണേ ഉള്ളൂ. മറ്റോടത്താണെങ്കിൽ മൂന്ന് ടേൺ ഉണ്ട്, 3 വട്ടം ഉണ്ട്. അങ്ങനത്തെ രീതിയിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ആലോചിക്കാം, 1 2 3 എന്നുള്ള രീതിയിൽ. അപ്പൊ അങ്ങനെ വരുമ്പോൾ കണ്ടക്ടേഴ്സിന്റെ എണ്ണത്തിലാണ് മാറ്റം വന്നത്, അതേപോലെ ടേണിന്റെ എണ്ണത്തിൽ. ഓക്കെ ഓക്കെ ഓക്കെ, ശരി. ഇനി നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ മെയിൻ ആയിട്ട് വരുന്ന ഒരു വാക്കുണ്ട്. അപ്പൊ ആ വാക്കിന്റെ ബേസിലാണ് ഇനിയുള്ള എല്ലാ കാര്യങ്ങളും പോകുന്നുണ്ടാവുക. നിങ്ങൾക്ക് കേട്ടിട്ടുണ്ടായിരിക്കും. വാക്ക് ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം, എന്നിട്ട് നമുക്ക് ഓരോന്നിലേക്ക് പോവാം. പിച്ച്. പിച്ചാണ്. പല ടൈപ്പ് പിച്ചുകളെ പറ്റി പറയും. ഞാനത് വീണ്ടും പറയുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് ന്യൂമറിക്കൽ ആയിട്ടൊന്നും വരില്ലെങ്കിലും എന്താണ് എന്നുള്ള ഒരു ഐഡിയ വേണ്ടി വരും. പലപ്പോഴും ഡെഫിനിഷൻസ് അല്ലെങ്കിൽ കൺഫ്യൂസിംഗ് ആയിട്ടുള്ള രീതിയിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഇതിൽ ചോദിക്കാൻ പറ്റും. ഈ പിച്ച് എന്ന് പറയുന്ന തന്നെ പല ടൈപ്പ് പിച്ചുകളുണ്ട്. അതിൽ തന്നെ ചില കേസുകളിൽ വൈൻഡിങ്ങുകൾ തന്നെ ഡിഫറെന്റ് ടൈപ്പുകൾ വരുമ്പോൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. നമുക്കത് ഡിസ്കസ് ചെയ്യാം. ലാപ്പും വേവും ഒക്കെ വരുമ്പോൾ ചെറിയ അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ കൺഫ്യൂഷൻസ് ചിലപ്പോൾ വരാനുള്ള സാധ്യത ഉണ്ട്. നമുക്ക് ഇല്ലാണ്ടാക്കാൻ നോക്കാം. അപ്പൊ എന്താണ് ഈ പിച്ച് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? കുറെ പിച്ചുകളുണ്ട്. പോൾ പിച്ച്, കമ്മ്യൂട്ടേറ്റർ പിച്ച്, ഫ്രണ്ട് പിച്ച്, ബാക്ക് പിച്ച്, റിസൾട്ടന്റ് പിച്ച്, ആവറേജ് പിച്ച് എന്നൊക്കെ പറഞ്ഞിട്ട് കുറഞ്ഞുണ്ട്. അതേപോലെ കോയിൽ പിച്ച്. എന്താ പിച്ച് എന്ന് പറഞ്ഞാൽ എന്താ മീൻ ചെയ്യുന്നുണ്ടാവുക? ഡിസ്റ്റൻസ് ഓർ ഡിസ്പ്ലേസ്മെന്റ് എന്നുള്ള രീതിയിൽ നമുക്ക് പറയാം. അപ്പൊ ആ ഡിസ്റ്റൻസ് ഓർ ഡിസ്പ്ലേസ്മെന്റ് ആണ് എന്ത് പിച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പക്ഷെ അത് പലപ്പോഴും മെഷർമെന്റ് ആയിട്ട് കാണിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോ എന്തിന്റെ ടേംസിലായിരിക്കും? നമ്പർ ഓഫ് ആർമേച്ചർ കണ്ടക്ടേഴ്സിന്റെ ബേസിലൊക്കെ ആയിരിക്കാം. ആർമേച്ചർ കണ്ടക്ടേഴ്സ് ആയിരിക്കാം. ചിലപ്പോ അത് നമ്പർ ഓഫ് എന്താ പറയാ ആർമേച്ചർ സ്ലോട്ട്സിന്റെ ബേസിലായിരിക്കാം. അത് വാരി ചെയ്യാം. ഓക്കെ, അപ്പൊ ആർമേച്ചർ സ്ലോട്ട്സ് ആയിരിക്കാം. ചിലപ്പോൾ ഇതിന്റെ പെരിഫറി ആയിരിക്കാം. ചുമ്മാ എന്താ ആർമേച്ചർ പെരിഫറിയുടെ ബേസിലായിരിക്കാം. ആർമേച്ചർ പെരിഫറി. എന്തായാലും ഇതൊരു ഡിസ്പ്ലേസ്മെന്റ് അല്ലെങ്കിൽ ഡിസ്റ്റൻസ് എന്ന് പറയുന്ന സംഭവം തന്നെയാണ്. അപ്പോ നമ്മൾക്ക് എന്തായാലും ഒരു ഡിസ്റ്റൻസ് ആണ് കിട്ടാൻ പോകുന്നത്. അപ്പൊ അത് എന്തിന്റെ ഡിസ്റ്റൻസ്, എവിടത്തെ ഡിസ്റ്റൻസ് എന്നുള്ള ബേസിൽ നമുക്ക് കുറച്ച് ടൈപ്പുകൾ ഇതിൽ പഠിക്കാനുണ്ട്. ചിലത് വളരെ സിമ്പിൾ ആയിട്ട് ഓർത്ത് വെക്കാവുന്നതാണ്. ചില കേസിൽ ചിലപ്പോൾ കൺഫ്യൂഷൻ വരാം. കൺഫ്യൂഷൻ വന്നില്ലെങ്കിൽ വളരെ നല്ല കാര്യം. അപ്പൊ അതിൽ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഫസ്റ്റ് കാര്യം നമുക്ക് പറയാം. ഫസ്റ്റ് വരുന്നത് പോൾ പിച്ച് ആണ്. ഇത് പ്രത്യേകിച്ച് ഒരു കൺഫ്യൂഷൻ വരേണ്ട കാര്യമേ അല്ല. ഇനി പറഞ്ഞ പോലെ എന്താ പറയാ നൊട്ടേഷൻസ് ഒക്കെ പല ബുക്കുകളും പല ടൈപ്പിലൊക്കെ ആയിരിക്കും യൂസ് ചെയ്തിട്ടുണ്ടാവുക. ചിലപ്പോൾ PP എന്നായിരിക്കും ഉപയോഗിച്ചിട്ടുണ്ടാവുക. ചിലപ്പോൾ YP, പലപ്പോഴും പിച്ച് റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് ക്യാപ്സ് Y ആയിരിക്കും. അപ്പൊ അത് ചിലപ്പോൾ YP എന്നൊക്കെ ആയിരിക്കും യൂസ് ചെയ്തിട്ടുണ്ടാവുക. പോൾ പിച്ച് എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ചൊന്നുമില്ല. എന്താ, സിമ്പിൾ ആണ്. ഡിസ്റ്റൻസ് ബിറ്റ്വീൻ അഡ്ജസന്റ് പോൾസ്. അഡ്ജസന്റ് പോൾസ് തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ്, അല്ലെങ്കിൽ ഡിസ്പ്ലേസ്മെന്റ് എന്ത് വേണമെങ്കിലും പറയാം. ഡിസ്റ്റൻസ് ബിറ്റ്വീൻ അഡ്ജസന്റ് പോൾസ് വരച്ച് കാണിക്കണമെന്നില്ല. രണ്ട് പോളുകളുടെ ഇടയിലുള്ള ഡിസ്റ്റൻസിനെയാണ്. അപ്പൊ അത് തന്നെ പലതരത്തിൽ പറയാം. ഇതാണ് സംഭവം ഉദ്ദേശിക്കുന്നത്. അത് എന്താ ഇക്വേഷൻ എന്നുള്ള രീതിയിലൊക്കെ പറയണമെങ്കിൽ വേണമെങ്കിൽ നമുക്ക് പറയാം എന്താ, ആർമേച്ചർ പെരിഫറിയിൽ എങ്ങനെയാണ് വെച്ചിട്ടുള്ളതാണല്ലോ. സോ ആർമേച്ചർ പെരിഫറി ഡിവൈഡഡ് ബൈ എന്ത് ചെയ്താൽ മതി? എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി? നമ്മുടെ ആർമേച്ചർ പെരിഫറിനെ എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി? രണ്ട് പോളുകളുടെ ഇടയിലുള്ള ഡിസ്റ്റൻസ് ആണ് കിട്ടേണ്ടത്. സോ ആർമേച്ചർ പെരിഫറി ഡിവൈഡഡ് ബൈ
യെസ്, വെരി ഗുഡ്. പി ചെയ്താൽ മതി. അവിടെ കൺഫ്യൂഷൻ വരരുത്. പി ആണ്, പെയർ ഓഫ് പോൾസ് അല്ല പി. സോ ആർമേച്ചർ പെരിഫറി, യെസ്, നമ്പർ ഓഫ് പോൾസ്, അതാണ് നമുക്ക് വേണ്ടത്. ചിലപ്പോൾ ഈ പെയർ ഓഫ് പോൾസ് ഉള്ളതുകൊണ്ട് ഒരു കൺഫ്യൂഷൻ വരരുത്. ഇതാണ് നോർമൽ നമുക്ക് സിമ്പിൾ ആയിട്ട് സിമ്പിൾ ടേംസിൽ പറയാവുന്നത്. ചിലപ്പോ ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ പല സാധനങ്ങൾ ഉപയോഗിക്കാം. ആർമേച്ചർ കണ്ടക്ടേഴ്സ് ഉപയോഗിക്കാം, സ്ലോട്ട്സ് ഉപയോഗിക്കാം, ആർമേച്ചർ പെരിഫറി ഉപയോഗിക്കാം. അപ്പൊ ഇതിനെ തന്നെ വേണമെങ്കിൽ ചിലപ്പോൾ എന്തും പറയും, നമ്പർ ഓഫ് ആർമേച്ചർ കണ്ടക്ടേഴ്സ് ഡിവൈഡഡ് ബൈ പി എന്നും പറയാം, തെറ്റല്ല. അതേപോലെ തന്നെ എന്ത് പറയാം, നമ്പർ ഓഫ് ആർമേച്ചർ സ്ലോട്ട്സ് ഡിവൈഡഡ് ബൈ പി എന്നും പറയാം. അത് എന്തിന്റെ ബേസിലാണ്, എന്തിനെ റെഫറൻസ് ആയിട്ടാണ് പറയുന്നത് എന്ന് വെച്ചിട്ട് നമുക്ക് ഇത് എന്ത് വേണമെങ്കിലും ഉപയോഗിക്കാം. അപ്പോ വീണ്ടും പോൾ പിച്ച് ഡിഫൈൻ ചെയ്യാൻ പറഞ്ഞിട്ട് താഴത്തെ ഓപ്ഷൻ തന്നതിൽ ആദ്യത്തെ ഓപ്ഷൻ തന്നെ ആർമേച്ചർ പെരിഫറി ബൈ പി ആയിരിക്കും, എ എന്ന് പറയുന്ന ഓപ്ഷൻ. അപ്പൊ തന്നെ കയറി കുത്തണ്ട, ബാക്കിയും കൂടി നോക്കുക. ആർമേച്ചർ കണ്ടക്ടേഴ്സ് പെർ പി എന്ന് പറഞ്ഞാലും കറക്റ്റ് ആണ്, നമ്പർ ഓഫ് ആർമേച്ചർ സ്ലോട്ട്സ് പെർ പി എന്ന് പറഞ്ഞാലും കറക്റ്റ് ആണ്. എന്തായാലും ഉദ്ദേശിക്കുന്നത് രണ്ട് പോളുകളുടെ ഇടയിലുള്ള ഡിസ്റ്റൻസ് ആണ്. അത് എന്തായിട്ട് പറയാം, ആർമേച്ചർ പെരിഫറി ആ സെന്റിമീറ്ററോ എന്താണെന്ന് വെച്ചാൽ അതിന്റെ ബേസിൽ പറയാം, അല്ല കണ്ടക്ടറിന്റെ എണ്ണം വെച്ച് വേണമെങ്കിൽ പറയാം, അതും അല്ലെങ്കിൽ സ്ലോട്ടുകളുടെ എണ്ണം വെച്ച് പറയാം. അത് എങ്ങനെ പറയുന്നു എന്നുള്ളതിനനുസരിച്ചിരിക്കും. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അതാണ് പോൾ പിച്ച് എന്ന് പറയുന്നത്. സിമ്പിൾ ആൻഡ് ഡയറക്റ്റ് ആണ്, പ്രത്യേകിച്ച് അതിൽ കൺഫ്യൂഷൻ വരേണ്ട കാര്യമൊന്നുമില്ല. ഓപ്ഷൻ ഇങ്ങനെ തന്നു കഴിഞ്ഞാൽ നിങ്ങൾ നേരെ ആദ്യത്തെ കണ്ടിട്ട് കുത്തരുത് എന്നുള്ളത് മാത്രം ശ്രദ്ധിച്ചാൽ മതി. ക്ലിയർ അല്ലേ? സോ സെക്കൻഡ് വൺ, coil pitch, coil span or coil pitch. Coil span or coil pitch. കോയിൽ സ്പാൻ അല്ലെങ്കിൽ കോയിൽ പിച്ച് ആണ് സെക്കൻഡ് വൺ വരുന്നത്. അപ്പോ ഇതിനെ യൂസ് ചെയ്യുന്നത്, നൊട്ടേഷൻ ആയിട്ട് യൂസ് ചെയ്യുന്നത് YS എന്നാണ് കേട്ടോ. YS എന്നാണ്, സ്പാൻ എന്നുള്ള അർത്ഥത്തിലാണ്. ഇനിയിപ്പോ എന്തുകൊണ്ട് YC എന്ന് ഉപയോഗിച്ചില്ല എന്ന് വിചാരിക്കേണ്ട, കാരണം നമുക്കൊരു കമ്മ്യൂട്ടേറ്റർ വരാൻ കിടക്കുന്നുണ്ട്. അപ്പൊ കമ്മ്യൂട്ടേറ്ററിനാണ് YC ഉപയോഗിക്കുന്നത്. കമ്മ്യൂട്ടേറ്റർ പിച്ച് എന്ന് പറഞ്ഞിട്ട് വരാൻ കിടക്കുന്നത്, അപ്പോഴാണ് YC ഉപയോഗിക്കുന്നത്. ഇവിടെ തൽക്കാലം കോയിൽ സ്പാൻ എന്നുള്ള അർത്ഥത്തിൽ YS എന്ന് ഉപയോഗിച്ചിരിക്കുന്നത്. അതിന് കോയിൽ പിച്ച് എന്നും പറയും. അപ്പൊ അതെന്തായിരിക്കും? കോയിൽ സ്പാൻ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് പറയാവുന്ന കാര്യം തന്നെയാണ്. എന്തായിരിക്കും? ഇപ്പൊ നമ്മൾ പോൾ പിച്ച് നേരത്തെ പറഞ്ഞു, രണ്ട് പോളുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ്. അപ്പൊ കോയിൽ സ്പാൻ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, അല്ലെങ്കിൽ കോയിൽ പിച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടു കോയിൽ സൈഡ്സ്, അത്രേ ഉള്ളൂ. അതായത് നമുക്കറിയാം ഒരു കോയിലിന് രണ്ട് കോയിൽ സൈഡ് ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ ആ രണ്ട് കോയിൽ സൈഡും തമ്മിലുള്ള ഡിസ്റ്റൻസ്, അതാണല്ലോ കോയിൽ സ്പാൻ. ഒരു കോയിൽ എങ്ങനെ സ്പാൻ ചെയ്ത് കിടക്കുന്നു, അതായത് എത്ര പിച്ചിലാണ് ഒരു കോയിൽ കിടക്കുന്നത്, അതാണ് അർത്ഥം. അപ്പൊ ഒരു കോയിലിന് രണ്ട് കോയിൽ സൈഡ് ഉണ്ട് എന്നുള്ളത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ ബേസിൽ നമുക്ക് ഇതിനെ പെരിഫറി എന്നുള്ള അർത്ഥത്തിൽ വേണമെങ്കിൽ പറയാം, പെരിഫറി ഓഫ് ആർമേച്ചർ span by two sides of a coil. കോയിൽ എന്നുള്ള രീതിയിൽ പറയാം. ഇവിടെ തന്നെ വരുന്ന വേറൊരു ഓക്കെ, ഇപ്പൊ ജസ്റ്റ് വെറുതെ ഒരു എക്സാമ്പിൾ പറയണമെങ്കിൽ ജസ്റ്റ് ഒരെണ്ണം ഞാൻ ചുമ്മാ ഒരു ഇത് കാണിക്കാൻ വേണ്ടിയിട്ട് വരയ്ക്കാം. ഈ ഒരു കേസിൽ വളരെ ഭംഗിയാക്കണമെന്നില്ല, ജസ്റ്റ് സ്ലോട്ട്സും കണ്ടക്ടേഴ്സും ആണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇതില് നമുക്ക് സ്ലോട്ട്സ് ആണ് ഇവിടെ കാണുന്നത്. ഇപ്പൊ ഇതിന് വേണമെങ്കിൽ നമ്പർ ഇടണമെങ്കിൽ ഇടാം. ഇപ്പോ ഇവിടെ കാണുന്നത് 1, ഞാൻ താഴത്ത് എഴുതുന്നുണ്ട് 2, 3, 4, 5 എന്നുള്ള രീതിയിലൊക്കെ പറയാം. ഇതില് ഞാൻ ഒരു പെർട്ടിക്കുലർ കോയിൽ കണക്ട് ചെയ്ത് ഒരു കോയിൽ അല്ലെങ്കിൽ ഒരു കോയിൽ കാണിക്കാം. അത് ഇവിടെയാണ് കാണിക്കുന്നത്, യെല്ലോ വെച്ചിട്ട്. അവിടെ ഒരു സ്റ്റാർട്ടായി. അപ്പൊ അതിനെ തിക്കായിട്ട് തന്നെ ഞാൻ തൽക്കാലം ഇവിടെ എൻഡും കാണിക്കണേ, ഡോട്ടഡ് ആയിട്ടൊന്നല്ല. ഓക്കെ, ഈ രീതിയിലാണ് കണക്ട് ചെയ്തിട്ടുള്ളത്. ഇപ്പൊ ഇവിടെ 1ലും എടുക്കുന്നുണ്ട്, പിന്നെ 5ലും എടുക്കുന്നുണ്ട്. അപ്പൊ ആ രീതിക്ക് നമുക്ക് ഇവിടെ ഇപ്പൊ എന്ത് പറയുകയാണെങ്കിൽ YS പറയുകയാണെങ്കിൽ, ഇതിലിപ്പോ YS ഈക്വൽ ടു സ്ലോട്ട്സ് ടേംസിലാണെങ്കിൽ നമുക്ക് എന്തെന്ന് പറയാം,
ഇതിന്റെ ഇടയിലുള്ള ആ ഒരു ഇതാണ് ഉദ്ദേശിക്കുന്നത്. ഇതിന്റെ ഇടയിൽ എത്ര എണ്ണം വന്നു എന്നുള്ളത്. അതിന്റെ ഇടയിൽ എത്ര എണ്ണം വന്നു എന്നുള്ളത് എൻഡ് മൈനസ് സ്റ്റാർട്ട് ചെയ്താൽ മതി. 4 ആണ് വരിക. കാരണം എന്താ 5 മൈനസ് 1. അപ്പോൾ ഇതിന്റെ ഇടയിൽ വരുന്നത് 4 ആണ്. അപ്പൊ ആ രീതിക്ക് നമുക്ക് പറയാവുന്നതാണ്. ഓക്കെ, ആ രീതിക്കൊന്നും ക്വസ്റ്റ്യൻ ഉണ്ടാവില്ലായിരിക്കും. തിയറി ആണ് അധികം കണ്ടിട്ടുള്ളത്. അപ്പൊ അതാണ് ഇവിടെ വരുന്ന ഒരു കാര്യം. പിന്നെ ഇവിടെ വരുന്ന ഒരു 2 ടേമുകൾ ഇതിനെ റിലേറ്റഡ് ആയിട്ട് വരുന്നുണ്ട്. കോയിൽ പിച്ചിനെ റിലേറ്റഡ് ആയിട്ട് വരുന്നുണ്ട്. 2 ടൈപ്പ് വൈൻഡിങ് ഉണ്ട് എന്ന് പറയാം. ഇതിന്റെ ബേസിൽ കേട്ടോ, ഇതിന്റെ ബേസിൽ വരുന്ന ക്ലാസിഫിക്കേഷൻ ആണ്. ഫസ്റ്റ് വൺ ഏതാണെന്നറിയോ? ഇതിന്റെ ഉള്ളിൽ നിന്ന് നമുക്ക് 2ആയിട്ട് പറയാവുന്നതാണ്. അതായത് ഇതിനെ ഓക്കെ പോൾ പിച്ചുമായി നമ്മൾ തൊട്ട് മുന്നേ പറഞ്ഞ പോൾ പിച്ചുമായിട്ട് ഇതിനെ റിലേറ്റ് ചെയ്ത് പറയുന്നതാണ് ഫുൾ പിച്ച്ഡ് ആൻഡ് ഫുൾ പിച്ച് വൈൻഡിങ് ആൻഡ് അതേപോലെ തന്നെ ഫ്രാക്ഷണൽ പിച്ച്ഡ് പറയും. ഫ്രാക്ഷണൽ പിച്ച് വൈൻഡിങ്. വൈൻഡിങ്ങിനെ 2ആയിട്ട് നമുക്ക് അവിടെ പറയാം. ഫുൾ പിച്ച്ഡ് എന്നും ഫ്രാക്ഷണൽ പിച്ച്ഡ് എന്നും പറയുന്നുണ്ട്. അപ്പൊ അതെന്തിന്റെ ബേസിലാന്ന് വെച്ച് കഴിഞ്ഞാൽ മാറ്റി എഴുതുന്നുണ്ട് ഞാനിവിടെ. y is equal to 5 minus. ഓക്കെ, അപ്പൊ എന്താണ് ഈ ഫുൾ പിച്ച്ഡ് വൈൻഡിങ്? ഓർമ്മയുണ്ടോ? തൊട്ട് മുന്നത്തെ ഇതിനായിട്ട് നമ്മൾ റിലേറ്റ് ചെയ്തിട്ടാണ് പറയുന്നത്. നമ്മൾ തൊട്ട് മുന്നേ പറഞ്ഞത് പോളാണ്. പോളിന്റെ ഡിസ്റ്റൻസ് ആണ്, അതിനെ പോൾ പിച്ച് എന്ന് പറഞ്ഞു. സോ പോൾ പിച്ചും കോയിൽ പിച്ചും അല്ലെങ്കിൽ കോയിൽ സ്പാനും തമ്മിലുള്ള റിലേഷന്റെ ബേസിലാണ് ഫുൾ പിച്ച്ഡ് ആണോ എന്താ പറയാ ഫ്രാക്ഷണൽ പിച്ച്ഡ് ആണോ എന്ന് പറയുന്നത്. സോ ഫുൾ പിച്ച് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് ഇത് രണ്ടും ഈക്വൽ ആണ് എന്നുള്ള മീനിങ് ആണ്. ys ഈക്വൽ ടു yp. അതായത് കോയിൽ പിച്ച് ഈക്വൽ ടു പോൾ പിച്ച് ആണെങ്കിൽ ആ ഒരു കേസിനെയാണ് ഫുൾ പിച്ച്ഡ് വൈൻഡിങ് എന്ന് പറയാ. അപ്പൊ കോയിൽ പിച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയുക 180 ഇലക്ട്രിക്കൽ ഡിഗ്രി വരും. അതായത് നമുക്ക് രണ്ട് കണ്ടക്ടർ അല്ലെങ്കിൽ എന്താ പറയാ 2 കോയിൽ സൈഡ്സ് എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് പോൾസിന്റെ അണ്ടറിൽ വരും ഈ ഒരു കേസിൽ, ഫുൾ പിച്ചിന്റെ കേസിലാകുമ്പോൾ. കാരണം നമുക്ക് പോൾ പിച്ചും എന്താ പറയാ കോയിൽ പിച്ചും ഈക്വൽ ആണ്. അപ്പൊ 2 കണ്ടക്ടേഴ്സ് ഈ കേസിൽ, 2 കോയിൽ സൈഡ്സ് ഈ കേസിൽ ഡിഫറെന്റ് പോൾസിന്റെ അണ്ടറിൽ വരും. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ കേസിൽ ഇൻഡ്യൂസ്ഡ് EMF അഡീറ്റീവ് ആയിരിക്കും. EMF എന്ന് പറയുന്നത്, ഇൻഡ്യൂസ്ഡ് EMF എന്ന് പറയുന്നത് അഡീറ്റീവ് ആയിരിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവിടെ മാക്സിമം EMF കിട്ടും. കോയിലില് മാക്സിമം EMF കിട്ടുന്ന കണക്ഷൻ ആണ് അല്ലെങ്കിൽ വൈൻഡിങ് ആണ് ഫുൾ പിച്ച്ഡ് വൈൻഡിങ് എന്ന് പറയുന്നത്. കാരണം 180 ഡിഗ്രി ഓപ്പോസിറ്റ് പോൾസിന്റെ അണ്ടറിൽ കോയിൽ സൈഡ്സ് വരുന്നത് കൊണ്ട് അത്രയ്ക്കും നമ്മൾ തൽക്കാലം പോകണ്ട. എന്താ ആലോചിക്കുക, അഡീറ്റീവ് ആണ്, മാക്സിമം EMF ആണ് ഈ കേസിൽ കിട്ടുക. രണ്ടാമത്തെ കേസിലാണെങ്കിൽ ഈ എന്താ പറയുക നമ്മുടെ കോയിൽ പിച്ച് എന്ന് പറയുന്നത് ys എന്ന് പറയുന്നത് ലെസ് ദാൻ പോൾ പിച്ച് ആണ് വരിക, yp ആണ് വരിക. അവിടത്തെ പോലെ 180 ഡിഗ്രിയുടെ ഒരു ഇതിലല്ല എടുക്കുക. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ഒന്നെങ്കിൽ ഇൻ ഫേസ് അല്ലെങ്കിൽ ഔട്ട് ഓഫ് ഫേസ് ആണെങ്കിൽ സുഖമായിട്ട് നമുക്ക് കാര്യങ്ങൾ പറയാൻ പറ്റും. പക്ഷെ ഇങ്ങനത്തെ ഒരു കേസ് വന്നു കഴിഞ്ഞാൽ, ലെസ് ദാൻ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ, അപ്പൊ അവിടെ എന്തായാലും എന്ത് വരും, ഒരു ഫേസ് ഡിഫറൻസിന്റെ കാര്യം വരും. പിക്ചറിൽ ഒരു ഫേസ് ഡിഫറൻസ് വരും. ഓക്കെ, സോ ഫേസ് ഡിഫറൻസ് വരും. സോ ഫേസ് ഡിഫറൻസ് വരും 2 കോയിൽ സൈഡിന്റെ ഇൻഡ്യൂസ് ചെയ്യുന്ന EMF തമ്മിൽ. അപ്പോൾ ടോട്ടൽ EMF എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കാണേണ്ടി വരും? ടോട്ടൽ EMF കാണാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ഉപയോഗിക്കേണ്ടി വരും? റിസൾട്ടന്റ് എടുക്കേണ്ടി വരും. സോ റിസൾട്ടന്റ് എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ എന്തായാലും ആ EMF എന്ന് പറയുന്നത് എന്തായിരിക്കും? നേരത്തേനേക്കാട്ടിലും EMF എന്ന് പറയുന്നത് ലെസ് ദാൻ ഫുൾ പിച്ച്ഡ് ആയിരിക്കും. ഓക്കെ, സോ ഫുൾ പിക്ചറിനെക്കാട്ടിലും കുറവായിരിക്കും ഈ ഇൻഡ്യൂസ് ചെയ്തിട്ടുള്ള EMF ഉണ്ടാവുക. EMF ഇൻഡ്യൂസ് ചെയ്യുന്ന കൂടുതൽ ഉണ്ടാവുക ഫുൾ പിച്ച്ഡ് ആണ്. ഫ്രാക്ഷനിലാണെങ്കിൽ ys yp-നെക്കാട്ടിലും ചെറുതായതുകൊണ്ട്, കോയിൽ പിച്ച് പോൾ പിച്ചിനെക്കാട്ടിലും ചെറുതായതുകൊണ്ട് ഫേസ് ഡിഫറൻസ് ഉണ്ട്. റിസൾട്ടന്റ് ആയിട്ട് കിട്ടുന്ന വാല്യൂ എന്തായാലും മറ്റേതിനെക്കാട്ടിലും കുറവായിരിക്കും വരുന്നത്. പക്ഷേ അപ്പൊ നോർമലി അപ്പൊ ഇവിടുന്ന് നമുക്ക് പ്രിഫർ ചെയ്യാവുന്നത് എന്ന് പറയുന്നത് ഏതായിരിക്കും? ഫുൾ പിച്ച്ഡ് ആണോ ഫ്രാക്ഷണൽ പിച്ച്ഡ് ആണോ? പ്രിഫറബിൾ നമ്മൾ ഏതായിരിക്കും പറയാ? ഫുൾ പിക്ചർ ആണ് പറയാ. അപ്പൊ നോർമലി ഫുൾ പിക്ചർ ആണ് പറയുന്നതെങ്കിലും ചില കേസിൽ പർപ്പസ് പറയൂ സാർ. അതെ, ഇപ്പോ ഈ കോയിൽ സ്പാൻ ഉദ്ദേശിക്കുന്നത് ഒരു കോയിൽ മാത്രം ആണോ അതിൽ കൺസിഡർ ചെയ്യുക? ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ ഈ മൾട്ടി കോൾ സൈഡ് വരുമ്പോ ഉള്ള കേസിലും ഇത്
ഉണ്ടാവോ? അതെ അതെ, ഒരു കോയിലിന്റെ കേസാണ് പറഞ്ഞത്. ഒരു കോയിൽ സ്പാൻ ചെയ്ത് കിടക്കുന്ന ഒരു ഡിസ്റ്റൻസ് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. ഒരു കോയിൽ ഉള്ളപ്പോ മാത്രമേ ഇത് വരുള്ളൂ അല്ലേ? അപ്പൊ അല്ല നേരത്തെ മറ്റേ അല്ല, നമുക്ക് ഒരു പെർട്ടിക്കുലർ കോയിലിന്റെ സ്പാൻ ആണ് ഉദ്ദേശിക്കുന്നത്. ഒരു പെർട്ടിക്കുലർ കോയിൽ. അതേപോലെ വീണ്ടും കോയിലുകൾ അതിലുണ്ടല്ലോ. ഓ ഓക്കെ. ഒരാളുടെ എത്രയാണ് സ്പാൻ എന്നാണ് സർഫസിൽ, അതിന്റെ പെരിഫറിയിൽ എങ്ങനെയാണ് അതിൽ കിടക്കുന്നത് എന്നുള്ളത്, എത്ര ഡിസ്റ്റൻസിലാണ് അവര് ഈ അറ്റും ആ അറ്റും കിടക്കണമെന്ന് മാത്രമേ ഉദ്ദേശിക്കുന്നുള്ളൂ. ഓ, ഞാൻ ചോദിച്ചത് നേരത്തെ സാറ് പറഞ്ഞ പോലെ മൾട്ടി ടേൺസ് ഉള്ള ഒരു കോയിൽ ഉണ്ടാവില്ലേ? അപ്പൊ അതിന്റെ സ്റ്റാർട്ടും എൻഡും. സ്റ്റാർട്ടും എൻഡും അല്ലേ? ഓക്കെ സാർ, ഓക്കെ താങ്ക് യു. ഇവിടെ ഓക്കെ, ഇപ്പൊ നമ്മൾ ഇവിടെ പറഞ്ഞുകൊണ്ടിരുന്നത് ഫുൾ പിച്ചും ഫ്രാക്ഷണൽ പിച്ചും ആണ്. ഫുൾ പിച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടും ഈക്വൽ ആണ്. പോൾ പിച്ചും എന്ത് പിച്ചും കോയിൽ പിച്ചും. മറ്റേതാണെങ്കിൽ കോയിൽ പിച്ച് പോൾ പിച്ചിനെക്കാളും കുറവായിരിക്കണം. അപ്പൊ ഇൻഡ്യൂസ് EMF മാക്സിമം ഉണ്ടാവുക ഫസ്റ്റ് കേസിലാണ്, സെക്കൻഡ് കേസിൽ കുറവാണ്. പക്ഷേ സ്പെഷ്യൽ മെഷീൻസിന്റെ കേസിൽ നമ്മൾ ഈ എന്ത് ഉപയോഗിക്കുന്നുണ്ട്, ഫ്രാക്ഷണൽ പിച്ച്ഡ് വൈൻഡിങ് നമ്മൾ പർപ്പസ്ഫുള്ളി ഉപയോഗിക്കാറുണ്ട് പലപ്പോഴും. അതുകൊണ്ട് വേറെ അഡ്വാൻറ്റേജുകളും കാര്യങ്ങളൊക്കെ അതിൽ വരുന്നുണ്ട്. സ്പെഷ്യൽ മെഷീൻസിന്റെ കേസ് എന്ന് പറഞ്ഞാലും എന്താ പറയാ, നമുക്ക് ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ കോപ്പർ സേവിങ് വരുത്താം. അതേപോലെ തന്നെ നമ്മളെ കമ്പ്യൂട്ടേഷൻ ഇംപ്രൂവ്മെന്റും കാര്യങ്ങളൊക്കെ വരും. ഏത് കേസിൽ അത് വേണമെങ്കിൽ നോട്ട് ചെയ്യാം. ഫ്രാക്ഷണൽ പിച്ചിന്റെ കേസിൽ സേവിങ് ഇൻ കോപ്പർ വരുന്നുണ്ട്. അതേപോലെ തന്നെ കമ്മ്യൂട്ടേഷൻ ഇംപ്രൂവ് ആവും. പർപ്പസ്ഫുള്ളി എന്താക്കാറുണ്ട്, ഫ്രാക്ഷണൽ ഒരു 8/10 ഒക്കെ എടുക്കാറുണ്ട്. ഫുൾ പിച്ചിന്റെ 8/10 ഒക്കെ ആക്കാറുണ്ട്. അതാണ് നമ്മളുടെ പോൾ പിച്ചും പിന്നെ കോയിൽ പിച്ചും. കോയിൽ സ്പാൻ എന്നുള്ള അർത്ഥത്തിലാണ് YS എന്ന് ഉപയോഗിക്കുന്നത്. അതിന്റെ ഉള്ളിൽ വരുന്നതാണ് ഫുൾ പിച്ചഡും പിന്നെ ഫ്രാക്ഷണൽ പിച്ചഡും. ഓക്കെ, അടുത്തേക്ക് പോട്ടെ. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് വരുന്നത്, ഇനി നമുക്ക് വരുന്നത് എന്താ പറയാ, ഇനിയാണ് മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ വരുന്നത്. ബാക്ക് പിച്ച് എന്ന് പറയും, പിന്നെ ഒരു ഫ്രണ്ട് പിച്ച്, റിസൾട്ടന്റ് പിച്ച്, ആവറേജ് പിച്ച്, കമ്മ്യൂട്ടേറ്റർ പിച്ച്. അപ്പൊ ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ കൂടി വരുന്നുണ്ട്. ഇപ്പൊ പറഞ്ഞ കാര്യങ്ങൾ വളരെ സിമ്പിൾ ആയിരുന്നു. ഇനിയുള്ള കാര്യങ്ങൾ പറയുന്നത് നമ്മൾ ആ കോയിലിന്റെ ഡയഗ്രാം വെച്ചിട്ട് തന്നെയാണ് അതിൽ പറയാൻ പറ്റുള്ളൂ. അതിൽ തന്നെ പല കേസുകളൊക്കെ വരും. അപ്പൊ ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ എളുപ്പത്തിൽ ഓർത്തു വെക്കാം. ഇപ്പോ ഒരു ഓർഡറിൽ തന്നെ പറയാം, ഇല്ലെങ്കിൽ ക്ലിയർ ആവില്ല. സോ ഫസ്റ്റ് ഞാൻ പറയുന്നത് ബാക്ക് പിച്ച് ആണ്. ബാക്ക് പിച്ച്. ഓക്കെ, സോ ബാക്ക് പിച്ചിനെ ജനറലി യൂസ് ചെയ്യുക YB എന്നാണ് റെപ്രസെന്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്നത്. അപ്പോ ബാക്ക് പിച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിമ്പിൾ ടേംസിൽ, ഭയങ്കര വലിയ ഡെഫിനിഷൻസും കാര്യങ്ങളൊക്കെ അതിൽ കാണാം. എന്നാലും സിമ്പിൾ ടേംസിൽ നമുക്ക് പറയാം ഡിസ്പ്ലേസ്മെന്റ് ബിറ്റ്വീൻ കണ്ടക്ടേഴ്സ് ഓഫ് എ കോയിൽ. ഡിസ്പ്ലേസ്മെന്റ് ബിറ്റ്വീൻ കണ്ടക്ടേഴ്സ് ഓഫ് എ കോയിൽ എന്നുള്ള രീതിയിൽ പറയാം. ഡിസ്പ്ലേസ്മെന്റ് ബിറ്റ്വീൻ കണ്ടക്ടേഴ്സ് ഓഫ് എ കോയിൽ. ഒരു കോയിലിന്റെ കണ്ടക്ടേഴ്സ് തമ്മിലുള്ള ഡിഫറൻസിനെയാണ് എന്തെന്ന് പറയുന്നത്, ബാക്ക് പിച്ച് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ വേറൊരു ഇതിൽ പറയുകയാണെങ്കിൽ ഡിസ്റ്റൻസ് മെഷേർഡ് ഇൻ ടേംസ് ഓഫ് ആർമേച്ചർ കണ്ടക്ടേഴ്സ് വിച്ച് എ കോയിൽ അഡ്വാൻസസ് ഓൺ ദ ബാക്ക് ഓഫ് ദ ആർമേച്ചർ. ആർമേച്ചറിൽ അഡ്വാൻസ് ചെയ്യുന്നത്, അതായത് സ്റ്റാർട്ട് ടു എൻഡ് എന്നുള്ള ഒരു അർത്ഥത്തിലാണ് നമ്മൾ ഒരു കോയിലിന്റെ സ്റ്റാർട്ടും എൻഡും തമ്മിലുള്ള ആ ഒരു ഡിസ്റ്റൻസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ബാക്ക് പിച്ച് എന്നുള്ള രീതിയിൽ പറയുന്നത്. അപ്പൊ അതില് അതൊന്ന് പറയുമ്പോൾ ഒന്ന് രണ്ട് കാര്യങ്ങൾ വരച്ചിട്ട് വേണ്ടി വരും പറയാനായിട്ട്. അപ്പൊ ഞാൻ അതിന് മുന്നേ അടുത്ത ഡെഫിനേഷൻ കൂടി പറഞ്ഞതിന് ശേഷം ഇതിലേക്ക് ഞാൻ പോകാം. ഒരു ഫ്രണ്ട് പിച്ച് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കാര്യം കൂടി ഉണ്ട്, എന്നിട്ട് ഞാൻ വരയ്ക്കാം. അല്ലെങ്കിൽ ചിലപ്പോ ഒക്കെ കൂടി മൂല്യന്റെവും. ബാക്ക് പിച്ച് എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ചൊന്നുമില്ല, ഒരു കോയിലത്തെ രണ്ട് എന്താ സ്റ്റാർട്ടും എൻഡും തമ്മിലുള്ള ഡിസ്പ്ലേസ്മെന്റ് അത്ര ഉദ്ദേശിച്ചുള്ളൂ കേട്ടോ. നെക്സ്റ്റ് വരുന്നത് ഫ്രണ്ട് പിച്ച് ആണ്. YF എന്ന് വിളിക്കും. സോ ഫ്രണ്ട് പിച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിംപ്ലി എന്താ, ഡിസ്പ്ലേസ്മെന്റ് ബിറ്റ്വീൻ, ഡെഫിനിഷൻ ഞാൻ എഴുതാം എന്നിട്ട് പറയാം. ഡിസ്പ്ലേസ്മെന്റ് ബിറ്റ്വീൻ കംപ്ലീറ്റിംഗ്, സ്റ്റാർട്ടിംഗ് എൻഡിങ്, കംപ്ലീറ്റിംഗ്
side of a coil and starting side of the successive coil. Okay. അപ്പോൾ ഇത് അവിടെ നിൽക്കട്ടെ. ഇനി നമുക്കത് ചിത്രം വരയ്ക്കുമ്പോൾ മനസ്സിലാവും. സംഭവം ഇത്രയേ ഉള്ളൂ. ബാക്ക് പിച്ച് എന്ന് പറഞ്ഞാൽ ഒരൊറ്റ കോയിലിന്റെ കേസാണ്. ഒരു കോയിലിന്റെ തന്നെ ഡിസ്പ്ലേസ്മെന്റ് ആണ്. അതിലത്തെ സ്റ്റാർട്ട് കോയിലും എൻഡ് കോയിലും തമ്മിലാണ്. പക്ഷെ ഫ്രണ്ട് പിച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കോയിലിന്റെ എൻഡും അതിന്റെ തൊട്ടടുത്തതിന്റെ സ്റ്റാർട്ടും തമ്മിലുള്ള ഡിസ്പ്ലേസ്മെന്റ് ആണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അതൊരു കൺഫ്യൂഷൻ വരരുത്. പലപ്പോഴും അവസാനം ഈ ബാക്ക് പിച്ചും ഫ്രണ്ട് പിച്ചും അങ്ങോട്ടും ഇങ്ങോട്ടും മാറും. ബാക്ക് പിച്ച് എന്ന് പറഞ്ഞാൽ ആ ഒരൊറ്റ കോയിലിന്റെ ആണ്. മറ്റേന്ന് പറഞ്ഞാൽ ഒരാളുടെ എൻഡും അടുത്ത ആളുടെ സ്റ്റാർട്ടും തമ്മിലുള്ളതാണ് ഫ്രണ്ട് പിച്ച് എന്ന് പറയുന്നത്. ഓക്കെ, അത് ഡെഫിനിഷൻ നോക്കിയാന്ന് വിചാരിക്കുന്നു. നമുക്ക് ചിത്രം വരച്ച് നോക്കാം. ഓക്കെ, ഒരു കോയിൽ ഞാൻ ഇവിടെ വരയ്ക്കുന്നത്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സ്റ്റാർട്ട് പോർഷൻ ഞാൻ തിക്ക് ആയിട്ടാണ് കാണിക്കണേ. മറ്റേ പോർഷൻ ഡോട്ടഡ് ആയിട്ടാണ് കാണിക്കണേ. സ്ട്രേറ്റ് ലൈൻ തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോ ഇവിടെ ഇത് തുടങ്ങി എന്താ പറയാ, ഈ ഒരു കാണാന്ന് വിചാരിക്കുന്നു. ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു, ഇതെങ്ങനെ വന്നു, ഫ്രണ്ട് കഴിഞ്ഞു, എൻഡ് കണക്ഷൻ കഴിഞ്ഞു, ബാക്ക് വന്നു, ഇതോടെ കഴിഞ്ഞു. ഇവിടെ നിന്ന് ഇനി അടുത്തതിലേക്ക് കയറി പോവാണ് ഇത് ചെയ്യുക. അടുത്തേക്ക് കയറി പോവുക, വേണമെങ്കിൽ വേറൊരു കളർ വെച്ചിട്ട് അവിടെ കാണിക്കാന്ന് മാത്രം. ഇവിടെ നിന്ന് ഇനി അടുത്തതിന്റെ സ്റ്റാർട്ടിലേക്കാണ് പോകുന്നത്. അപ്പൊ അതിനെ നമ്മൾ എന്തായിട്ട് കാണിക്കും? തിക്കായിട്ടാണല്ലോ കാണിക്കുന്നത്. ഇവിടെ നിന്ന് എന്തുണ്ടായിരിക്കും? അടുത്ത കണ്ടക്ടർ ഇവിടെ നിൽക്കുന്നുണ്ടാവും. ഓക്കെ, അത് വരുന്നു. ഇനി അതിന്റെ ബാക്കി പോർഷൻ എന്ന് പറയുന്നത് ഡോട്ടഡ് ഇട്ടിട്ട് ഞാൻ കാണിക്കുന്നു. ഓക്കെ, തൽക്കാലം ഇത്ര മാത്രമേ കാണിക്കുന്നുള്ളൂ. ഇതിൽ നമുക്ക് പറയേണ്ട കാര്യം പറയാൻ ഇത്ര മതി. ഇവിടെ ഒരു കണക്ഷൻ കൂടി ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പൊ ഇവിടെ ശ്രദ്ധിക്കുക, ഇവിടെ ഒരു വൈറ്റും പിന്നെ ഓറഞ്ചും ആയിട്ടാണ് കാണിച്ചിട്ടുള്ളത്. സോ വൈറ്റിന്റെ സ്റ്റാർട്ട് വരുന്നത് ഇവിടെയാണ്. സോ ഇത് സ്റ്റാർട്ട് ചെയ്തു, അതിന്റെ എൻഡ് എവിടെയാണ്? ഇവിടെ വന്നിട്ട് അത് അവസാനിച്ചു. ഇനി ഇവിടുന്ന് അടുത്ത ആള് തുടങ്ങി അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മൾ ആദ്യം പറഞ്ഞത് എന്ത് പിച്ചായിരുന്നു? ബാക്ക് പിച്ച് ആയിരുന്നു. അപ്പൊ ബാക്ക് പിച്ച് പറയുമ്പോൾ ഇതില് എന്ത് മാത്രം നോക്കിയാൽ മതി? ഒരു പെർട്ടിക്കുലർ കളർ ഇത് വരച്ചത് പ്രകാരം ഇത് ഇവിടുന്ന് തുടങ്ങി ഇങ്ങനെ വന്നു, ഇതിങ്ങനെ തുറന്നു പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ അത് നമ്മൾ തൽക്കാലം നോക്കുന്നു വേണ്ട. ഇതിന്റെ കേസാ ബാക്ക് പിച്ച് എന്ന് പറയുന്നത് ഒരൊറ്റ പെർട്ടിക്കുലർ ഇതിന്റെ കേസ് മാത്രം നോക്കിയാൽ മതി. അല്ലെങ്കിൽ എന്താ പറയാ, ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു ഡിസ്പ്ലേസ്മെന്റ് ബിറ്റ്വീൻ കണ്ടക്ടേഴ്സ് ഓഫ് എ കോയിൽ ആണ്, അല്ലെങ്കിൽ ഡിസ്റ്റൻസ് മെഷർ ഇൻ ടേംസ് ഓഫ് ആർമേച്ചർ കണ്ടക്ടർ വിച്ച് എ കോയിൽ അഡ്വാൻസസ് ഇൻ ദ ബാക്ക് ഓഫ്. ഒരു കോയിൽ അഡ്വാൻസ് ചെയ്യുന്ന ആ ഒരു ഡിസ്പ്ലേസ്മെന്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ബാക്ക് പിച്ച് എന്ന് പറയുന്നത്. ഈ കേസിൽ ബാക്ക് പിച്ച് YB എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും? ഇതും തമ്മിലുള്ള ഡിസ്പ്ലേസ്മെന്റ് ആണ് YB എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത് പറഞ്ഞിട്ടുള്ളത് YF ആണ്, ഫ്രണ്ട് പിച്ച്. അതെന്താണ്? കംപ്ലീറ്റിംഗ് സൈഡ് ഓഫ് എ കോയിൽ ആൻഡ് സ്റ്റാർട്ടിംഗ് സൈഡ് ഓഫ് ദ സക്സസീവ് കോയിൽ. ഒരെണ്ണത്തിന്റെ കംപ്ലീറ്റിംഗും അടുത്തതിന്റെ സ്റ്റാർട്ടിംഗും ആണ്. ഇപ്പൊ കംപ്ലീറ്റിംഗ് എൻഡ്, അതായത് ഫിനിഷിംഗ് എൻഡിനെ നമ്മൾ ഡോട്ടഡ് വെച്ചിട്ടാണ് കാണിച്ചിട്ടുള്ളത്. ഇവിടെ രണ്ടാണല്ലോ കാണിച്ചിട്ടുള്ളത്. ഇതാണ് ഫസ്റ്റത്തെ ഫിനിഷിംഗ്. അടുത്തതിന്റെ സ്റ്റാർട്ടിംഗ് എന്ന് പറയും. ഇത് ഇവിടെ ഫിനിഷ് ആവുന്നു, അവിടെ നിന്ന് അടുത്തത് സ്റ്റാർട്ട് ആവുന്നു എന്നുള്ള രീതി. പിന്നെ അതങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. ഓക്കെ,
ഇവര് തമ്മിലുള്ള ഡിസ്പ്ലേസ്മെന്റ് ഈ ഡോട്ടഡ് വെള്ളയുടെ ഡോട്ടഡും മറ്റേതിന്റെ തിക്കും ഓറഞ്ചിന്റെ തിക്കും തമ്മിലുള്ള ഡിസ്പ്ലേസ്മെന്റ് ആണ് അപ്പൊ നമ്മളുടെ അവിടുത്തെ എന്ത് വരാൻ പോകുന്നത് YF എന്ന് പറയുന്നത് അപ്പോ ഇവിടെയാണ് വരിക കാണുന്നുണ്ട് എന്ന് വിചാരിക്കുന്നു അപ്പൊ ഇതാണ് YF എന്ന് പറഞ്ഞാൽ വരുന്നത് എൻഡും സ്റ്റാർട്ടും തമ്മിലുള്ളത് അതായത് ബാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരൊറ്റ എണ്ണത്തിന്റെ ആണ് ഫ്രണ്ട് എന്ന് പറഞ്ഞാൽ ഒരാളുടെ അവസാനം അടുത്ത ആളുടെ തുടക്കം തമ്മിലുള്ളതാണ് ക്ലിയർ ആണോ അത് ഓക്കെ ഒരാൾക്ക് ക്ലിയർ ആണ് ബാക്കിയുള്ളവർക്ക് ഓക്കെ പക്ഷെ ഇവിടെ ഇനി കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ വൈൻഡിങ് ഇതിൽ തന്നെ ഒരു 2 ടൈപ്പ് ഉണ്ട് ഇപ്പൊ ഇവിടുത്തെ വൈൻഡിങ് നമ്മൾ എടുക്കുകയാണെങ്കിൽ ട്രാവേഴ്സ് ചെയ്യുകയാണെങ്കിൽ ഇതിന്റെ അടിയിൽ കമ്മ്യൂട്ടേഡ് സെഗ്മെന്റ് ഒക്കെ ഉണ്ട് ഇതിന്റെ നമ്പർ ഒക്കെ ഉണ്ടെങ്കിൽ ഇടാം കുഴപ്പമൊന്നുമില്ല 1 2 3 എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പോയിക്കൊണ്ടിരിക്കും എന്തായാലും ഇത് താഴത്ത് കൊടുക്കുന്ന ഓരോന്നും ഓരോ ഇതിന്റെയും കമ്മ്യൂട്ടേഡ് സെഗ്മെന്റിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ടാവും അതോടെ എടുക്കട്ടെ ഇപ്പൊ ഞാനിപ്പോ പറഞ്ഞ കാര്യം ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് വെള്ള തിക്ക് വന്നു എൻഡ് കണക്ഷൻ വന്നു തിരിച്ചു വന്നു ഡോട്ടഡ് എൻഡ് ചെയ്തു അവിടെ നിന്ന് അടുത്ത് സ്റ്റാർട്ട് ചെയ്തു ഏതാ ഓറഞ്ച് ഇങ്ങനെ വന്നു ഇങ്ങനെ പോയി ഇനി അടുത്തത് ഉണ്ടെങ്കിൽ വീണ്ടും ഇങ്ങനെ കയറി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും അപ്പൊ ഇതിന്റെ പോക്ക് എന്ന് പറഞ്ഞാൽ എവിടുന്ന് എവിടേക്കാ അത് പോണത് ഇത് പോകുന്നത് എവിടുന്ന് എവിടേക്കാ ഈ ഒരു വൈൻഡിങ് നമ്മൾ ട്രാവേഴ്സ് ചെയ്യുമ്പോൾ എവിടുന്ന് എവിടേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് സിംപ്ലി ആയി നോക്കി പറയാവുന്ന കാര്യമല്ലേ ഉള്ളൂ ആ അതെ ആ സംഭവം തന്നെ ഞാൻ ഉദ്ദേശിച്ചത് നമ്മൾ ഏതാ ലെഫ്റ്റ് ടു റൈറ്റ് എന്നുള്ള രീതിയിൽ വേണമെങ്കിൽ പറഞ്ഞൂടെ ലെഫ്റ്റ് ടു റൈറ്റ് ആണ് ഇത് പോയിക്കൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ നമുക്ക് വേണമെങ്കിൽ പറയാം നമ്മൾ ഈ കണ്ടക്ടേഴ്സ് ഇതിനെ അക്രോസ് ട്രാവേഴ്സ് ചെയ്യുമ്പോൾ ഇത് മുന്നോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് പ്രോഗ്രസ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുക മുന്നിലേക്കും പോയിക്കൊണ്ടിരിക്കുകയാണ് ഒരിക്കലും അത് പിന്നിലേക്ക് വരുന്നില്ല ഇങ്ങനെ അത് പോയിക്കൊണ്ടിരിക്കുകയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക അപ്പൊ ഇതിനെ പറയുന്ന ഒരു പേരുണ്ട് ഈ വൈൻഡിങ്ങിനെ പറയുന്ന ഒരു പേരുണ്ട് അതുകൊണ്ട് തന്നെ എന്താ പറയാ പ്രോഗ്രസീവ് വൈൻഡിങ് എന്നാണ് പറയാ ഓക്കെ പ്രോഗ്രസീവ് വൈൻഡിങ് ആണിത് പ്രോഗ്രസീവ് വൈൻഡിങ് ഓക്കെ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു പ്രോഗ്രസ് ചെയ്യാണ് ചെയ്യുന്നത് നമ്മൾ അതിൽ ട്രാവേഴ്സ് ചെയ്യുമ്പോൾ ഇതിൽ കോയിൽ വെച്ച് നോക്കുമ്പോൾ മുന്നോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ലെഫ്റ്റ് ടു റൈറ്റ് ആണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഓക്കെ അപ്പോ നിങ്ങൾ ആലോചിക്കാം ഇതല്ലാണ്ട് വേറെ ടൈപ്പ് ഉണ്ടോ എന്നുള്ളത് വേറെ ടൈപ്പ് ഉണ്ട് അപ്പൊ അത് ജസ്റ്റ് ഒന്ന് നമുക്ക് വേഗം വരച്ച് നോക്കാം അപ്പോൾ ഞാൻ ഇവിടെ ഒരെണ്ണം വരയ്ക്കുന്നുണ്ട് പ്രസ് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യാന്നുള്ള രീതിയിൽ കിട്ടിയിട്ടുണ്ടാവാൻ സാധ്യത തന്നെയാണ് ഓക്കെ ഇതാണ് ഇതിന്റെ സ്റ്റാർട്ടിങ് വെള്ള വൈറ്റ് വരച്ചു ഇനി അതിന്റെ ഫിനിഷിങ് നമുക്ക് എന്ത് വെച്ചിട്ട് വരയ്ക്കാം ഡോട്ടഡ് ആയിട്ട് കാണിക്കാം ഡോട്ടഡ് ആയിട്ട് കാണിച്ചു ഇനി അവിടുന്ന് ഇത് വരുമ്പോ നേരെ നിങ്ങളൊന്ന് ക്രോസ് ചെയ്തിട്ടാണ് വരുന്നത് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചോളുക പിന്നിലേക്കാണ് വലിക്കുന്നത് ഇതിവിടെ വന്നു ഇനി ഇവിടെ നിന്ന് അടുത്ത ഇതിലേക്ക് പോവാണ് ഇവിടെ ഓക്കെ ഇവിടെ നിന്ന് അങ്ങോട്ട് കയറുന്നു കണ്ടക്ടർ ഓക്കെ മുന്നിലേക്ക് പോയി ഇനി അതിന്റെ ഡോട്ടഡ് ആയിട്ട് നമുക്കിവിടെ കാണിക്കാവുന്നതാണ് പിന്നെ അതിന്റെ റെസ്പോണ്ടിങ് ഡോട്ടഡ് കണ്ടക്ടർ ഇനി അത് വീണ്ടും അവിടെ നിന്ന് തിരിച്ച് എന്ത് ചെയ്തോളും ഇങ്ങോട്ട് വന്നോളും ഇനി ഇവിടുന്ന് അടുത്തത് വെച്ചിട്ട് പോവാം ഇനി ബാക്കി കാണിക്കുന്നില്ല തൽക്കാലം എത്ര മാത്രമേ കാണിക്കുന്നുള്ളൂ അപ്പോൾ ഇവിടെ എന്റെ ഈ 1 എന്ന് പറയുന്നത് ഓക്കെ മുന്നേ ഇത് കാണിക്കാം ഇവിടെ കോയിൽ സ്പാൻ ആൻഡ് ഫ്രണ്ട് പിച്ച് ആലോചിച്ച് നോക്കുക ഓക്കെ ഒരു സെക്കൻഡ് എനിക്ക് വരാം ഒന്ന് പറയട്ടെ ഓക്കെ അപ്പോ ഈ ഒരു കേസിൽ നമ്മൾ നോക്കുമ്പോൾ ഇതാണ് നമ്മളുടെ 1 എന്ന് പറഞ്ഞ അപ്പുറത്തേക്ക് 2 ഞാൻ കാണിക്കുന്നില്ല 2
ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു അവസാനിക്കുന്നത് സി എന്ന് പറയാം. അതിന് മുന്നത്ത് വേണമെങ്കിൽ C-1 C-2 എന്നൊക്കെ വേണമെങ്കിൽ വിളിക്കാം. എന്തായാലും ഇവിടെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇവിടെയാണ്. ഓക്കെ, ഇത് ട്രാവേഴ്സ് ചെയ്യുകയാണെങ്കിൽ ഇത് ഇങ്ങനെ പോയി വൈറ്റ് ആണ് ഞാൻ പറയുന്നത്, ഇങ്ങനെ വന്നു അതിന്റെ ഫിനിഷിംഗിലേക്ക് വന്നു, തിരിച്ചു വന്നിട്ട് ഇവിടെ നിന്ന് അടുത്തത് തുടങ്ങി. ഓക്കെ, അപ്പൊ അത് കയറി അതിന്റെ വന്നു ഫിനിഷിംഗ് വന്നു, ഇനി അടുത്തുണ്ടെങ്കിൽ അത് അങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകും. ഇവിടുത്തെ ട്രാവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടുന്ന് എവിടേക്കാണ് ഈ കേസിൽ വരുന്നത്? ഈ കേസിൽ എവിടുന്ന് എവിടേക്കാണ് വരുന്നത്? റൈറ്റ് ടു ലെഫ്റ്റ് ആണ് വരുന്നത്. അതായത് നമ്മൾ ഇത് ട്രാവേഴ്സ് ചെയ്യും തോറും ബാക്കിലോട്ടാണ് വരുന്നത്, ബാക്കിലോട്ടാണ് പിന്നിലോട്ടാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, സോ ഇവിടെ വൈൻഡിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നിലേക്കാണ് വരുന്നത്. അപ്പൊ ഇതിനെ പറയുന്ന പേര് അത് വെച്ചിട്ട് റിട്രോഗ്രസീവ് എന്ന് പറയും. റിട്രോഗ്രസീവ് വൈൻഡിങ് എന്നാണ് പറയാ. റിട്രോഗ്രസീവ് വൈൻഡിങ്. ഓക്കെ, ഇതിനെ നമ്മൾ റിട്രോഗ്രസീവ് വൈൻഡിങ് എന്നാണ് വിളിക്കുന്നത്. പ്രോഗ്രസീവ് ആണ്, ഇത് റിട്രോഗ്രസീവ് ആണ്. അതിൽ തന്നെ ഞാൻ വീണ്ടും ഒരു കാര്യം കൂടി പറയട്ടെ, ഒക്കെ കൂടി നമുക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാവും. എന്നാലും നമുക്ക് ഇനിയൊരു ലാപ്പും വേവും ക്ലാസിഫിക്കേഷനും വരും കേട്ടോ. അതിലത്തെ ഒരു പെർട്ടിക്കുലർ കേസാണ് ഞാൻ ഇപ്പോൾ വരച്ചിട്ടുള്ളത്. അറിയുന്നുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഏത് കേസാണ് വരച്ചിട്ടുള്ളത്? ഏത് കേസാണ് ഞാൻ വരച്ചിട്ടുള്ള ഫിഗർ രണ്ടും? ഇതാണ് വരച്ചിട്ടുള്ളത്. ലാപ്പാണോ വേവ് ആണോ? പഠിച്ചിട്ടുള്ളതായിരിക്കും, കേട്ടിട്ടുള്ളതായിരിക്കും എന്തായാലും. മനസ്സിലില്ല? ഈ വരച്ചിട്ടുള്ളത് ഏതാ? അതാണെങ്കിൽ നമുക്ക് മെയിൻ ആയിട്ട് ഡിസ്കസ്. ഓക്കെ, ലാപ്പ് വെരി ഗുഡ്. ലാപ്പാണ് വരച്ചിട്ടുള്ളത്. ഇതേപോലെ വേവിന്റെയും വരച്ച് പറയാവുന്നതാണ്. ഇപ്പൊ തൽക്കാലം നമുക്ക് ലാപ്പ് വരയ്ക്കാം. ഇനി ലാപ്പും വേവും ഒക്കെ ക്ലാസിഫിക്കേഷൻ വരുമ്പോൾ, ഡിസ്കഷൻ വരുമ്പോൾ നമുക്ക് അവിടെ പറഞ്ഞ് ഡീറ്റെയിൽ പറയാം. ഇതിൽ കുറച്ച് കാര്യങ്ങളൊന്നും പറയാനുണ്ട്. അപ്പോൾ ഫസ്റ്റത്തെ പ്രോഗ്രസീവ് വൈൻഡിങ് ആണ്, സെക്കൻഡത്തെ റിട്രോഗ്രസീവ് വൈൻഡിങ് ആണ്. ഇതിലും നമുക്ക് നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ തന്നെ മാർക്ക് ചെയ്യാവുന്നതാണ്. എന്താ പറയാ, നമ്മളുടെ ബാക്ക് പിച്ചും ഫ്രണ്ട് പിച്ചും. സോ ബാക്ക് പിച്ച് എന്ന് പറഞ്ഞാൽ നേരത്തെ അതേ കാര്യം തന്നെയാണ്. സ്റ്റാർട്ടും എൻഡും തമ്മിലുള്ള ഡിസ്റ്റൻസിനെയാണ് ബാക്ക് പിച്ച് എന്ന് വിളിക്കുന്നത്. ഈ കേസിൽ ഇനി നമുക്ക് എന്താ വേണ്ടത്? ഫ്രണ്ട് പിച്ച് ആണ്. ഫ്രണ്ട് പിച്ച് എന്ന് പറഞ്ഞാൽ ഫസ്റ്റത്തെ എൻഡും അടുത്തന്റെ സ്റ്റാർട്ടുമാണ്. അപ്പോ ഇതാണ് ഈ എന്താ വൈറ്റ് ആണ് നമ്മുടെ എൻഡ്, ഇതാണ് അടുത്തന്റെ സ്റ്റാർട്ട്. ഇത് തമ്മിലാണ് YF എന്ന് പറയുന്നത്. ഇത് രണ്ടും നോക്കിക്കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് വ്യത്യാസം മനസ്സിലാക്കാം. രണ്ട് കേസിലും ഡിഫറൻസ് ഉണ്ട്, YBയും YFും തമ്മിലുള്ള റിലേഷൻ. അപ്പൊ അത് വേണമെങ്കിൽ നമുക്ക് ഇവിടുത്തെ ഡിഫറൻസ് ഒക്കെ ആയിട്ട് പറയാം. ഫസ്റ്റ് കേസിലാണെങ്കിൽ ആരാണ് വലുത്? പ്രോഗ്രസീവ് വൈൻഡിങ്ങിലാണെങ്കിൽ YB ഗ്രേറ്റർ ദാൻ YF ആണ് കിട്ടുക. ഫിഗറിൽ ചുമ്മാ നോക്കിയാൽ കാണുന്നതാണ്, YB ആണ് വലുത്. കാരണം ഇത് മുന്നോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്, പിന്നോട്ട് വരുന്നില്ല. മറ്റേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ട്രാവേഴ്സ് ചെയ്യുന്നതിനനുസരിച്ച് പിന്നോട്ട് വലിയുന്നതാണ്. അപ്പൊ മറ്റേ കേസിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ YB ലെസ് ദാൻ YF ആണ്. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. സോ പ്രോഗ്രസീവ് വൈൻഡിങ്ങിൽ ബാക്ക് പിച്ച് ആണ് വലുത്, റിട്രോഗ്രസീവ് വൈൻഡിങ്ങിൽ ഫ്രണ്ട് പിച്ച് ആണ് വലുത് വരുന്നത്. പിന്നെ ഇവിടെ ഇതിന്റെ റിലേഷൻ ഇക്വേഷൻ ജസ്റ്റ് ഞാൻ പറയുന്നത് മാത്രം. YB എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിട്ടാൻ പോകുന്നത് YF പ്ലസ് 2 എന്നാണ് വരിക. മറ്റേ കേസിലാണെങ്കിൽ -2 എന്ന് വരും. YB ഈസ് ഈക്വൽ ടു YF -2 എന്നും ഇത്രയ്ക്കൊന്നും ആവശ്യം വരില്ലായിരിക്കാം, എന്നാലും ജസ്റ്റ് പറഞ്ഞെന്ന് മാത്രം. അത് തൽക്കാലം അവിടെ കിടക്കട്ടെ. ഇനി ഓർക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫ്രണ്ട് പിച്ചും ബാക്ക് പിച്ചും ഒക്കെ ഓഡ് നമ്പേഴ്സ് ആയിട്ടാണ് ജനറലി ഉണ്ടായിരിക്കുക. ഫ്രണ്ട് പിച്ചും ബാക്ക് പിച്ചും ഒക്കെ ഓഡ് നമ്പേഴ്സ് ആണ് ഉണ്ടായിരിക്കുക. അതൊന്ന് ജസ്റ്റ് ഓർത്ത് വെച്ചോളുക. ഫ്രണ്ട് പിച്ചും ബാക്ക് പിച്ചും ഒക്കെ ഓഡ് നമ്പേഴ്സ് ആണ് അധികം ഉണ്ടാവുക. പിന്നെ ഇതിൽ വരുന്ന ഒരു ടേം എന്ന് പറയുന്നത് റിസൾട്ടന്റ് പിച്ച് ആണ്. ബാക്ക് പിച്ചും ഫ്രണ്ട് പിച്ചും പറയുന്നുണ്ട്, റിസൾട്ടന്റ് പിച്ച് എന്ന് പറഞ്ഞിട്ട് ഒരെണ്ണം കൂടിയും പറയാം. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. റിസൾട്ടന്റ് പിച്ച് എന്തായിരിക്കും? റിസൾട്ടന്റ് പിച്ച് എന്ന് പറഞ്ഞാൽ YR ആണ് റെപ്രസെന്റ് ചെയ്യാൻ ഉപയോഗിക്കുന്നത്. ഇനിയിപ്പോ ഇതിൽ പറയാത്തൊരു കാര്യം അങ്ങനെ ആലോചിച്ചാൽ മതി. ഇതിലിപ്പോ ഒന്ന് പറഞ്ഞത് ഒരെണ്ണത്തിന്റെ സ്റ്റാർട്ടും അതിന്റെ തന്നെ എൻഡും, മറ്റേത് പറഞ്ഞത് ഒരെണ്ണത്തിന്റെ എൻഡും അടുത്തതിന്റെ സ്റ്റാർട്ടും തമ്മിലാണ്. അപ്പൊ എന്തായിരിക്കും റിസൾട്ടന്റ് പിച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും ഉദ്ദേശിക്കുന്നുണ്ടാവുക? സിമ്പിൾ ആണ്. എന്താ? ഡിസ്റ്റൻസ് അല്ലെങ്കിൽ ഡിസ്പ്ലേസ്മെന്റ് ബിറ്റ്വീൻ ബിഗിനിങ്ങുകളാണ്. രണ്ടാൾക്കാരുടെ ബിഗിനിങ്ങുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ്. സോ ബിഗിനിങ് ഓഫ്
യെസ്, വൺ കോയിൽ ആൻഡ് ബിഗിനിങ് ഓഫ് നെക്സ്റ്റ് കോയിൽ, അത്ര തന്നെ ഉള്ളൂ. സോ ബിഗിനിങ് ഓഫ് വൺ കോയിൽ ആൻഡ് ദി ബിഗിനിങ് ഓഫ് നെക്സ്റ്റ് കോയിൽ എന്ന് മാത്രം പറഞ്ഞാൽ ശരിയാവില്ല. ടു വിച്ച് ഇറ്റ് ഈസ് കണക്റ്റഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറക്റ്റ് ആയി. ഞാനിവിടെ എഴുതുന്നില്ല. സോ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ബിഗിനിങ് ഓഫ് വൺ കോയിൽ ആൻഡ് ദ ബിഗിനിങ് ഓഫ് ദ നെക്സ്റ്റ് കോയിൽ ടു വിച്ച് ഇറ്റ് ഈസ് കണക്റ്റഡ്. ഓക്കെ, അതായത് നമ്മുടെ ആർമേച്ചർ കണ്ടക്ടേഴ്സിന്റെ ടേംസിൽ തന്നെയാണ് പറയാം. അപ്പൊ ഇവിടുത്തെ കേസിലാണ് നമുക്ക് ഇതിൽ മാർക്ക് ചെയ്ത് കാണിക്കുകയും ചെയ്യാം. വേണമെങ്കിൽ ഇത് നമുക്ക് സിമ്പിൾ ആയിട്ട് മാർക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. സോ റിസൾട്ടന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കട്ടകൾ തമ്മിലാണ്, തിക്കായിട്ടുള്ള സാധനങ്ങൾ തമ്മിലാണ്. അപ്പൊ ഇവിടുത്തെ കേസിലാണെങ്കിൽ നമുക്ക് ഈ YR എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെയാണ് വരിക, ഓറഞ്ചും വൈറ്റും തമ്മിലുള്ളത്. ഈ കേസിലാണെങ്കിൽ YR എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വരിക ഇതാണ്, YR എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വരിക, റിസൾട്ടന്റ് പിച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വരിക. ഈ രണ്ട് കേസിലും നമുക്ക് റിസൾട്ടന്റ് പിച്ച്, ഓക്കെ, ഇതാണ് റിസൾട്ടന്റ് പിച്ച് വരുന്നത്. പിന്നെ ഇവിടെ ഒരു ടേം കൂടി ഉപയോഗിക്കാറുണ്ട്, ആവറേജ് പിച്ച് എന്ന് പറഞ്ഞിട്ട്, ചിലതിൽ പറഞ്ഞു കണ്ടിട്ടുണ്ട്. ആവറേജ് പിച്ച്, YAV എന്നോ ഒക്കെ പറഞ്ഞിട്ട് ഉപയോഗിക്കാം. ആവറേജ് പിച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രത്യേകിച്ചൊന്നുമില്ല, രണ്ടെണ്ണത്തിന്റെ ആവറേജ് ആണ്. അതായത് ബാക്കിന്റെയും ഫ്രണ്ടിന്റെയും YB പ്ലസ് YF ഡിവൈഡഡ് ബൈ 2 ആണ്. ഇത് നോർമലി ഈക്വൽ ടു എന്തെന്നാണ് പറയാ, YP എന്നാണ് പറയാ, പോൾ പിച്ച് എന്നാണ് പറയാ. ദാറ്റ് ഈസ് സെഡ് ബൈ P, നമ്പർ ഓഫ് കണ്ടക്ടേഴ്സ് പെർ പോൾ. ആ രീതിക്കാണ് നമ്മൾ എടുക്കുക. അപ്പൊ അതായത് ജനറലി ഇവരുടെ ആവറേജ് എന്ന് പറഞ്ഞാൽ പോൾ പിച്ചിന് ഈക്വൽ ആയിരിക്കണം. ആവറേജ് പിച്ച് എന്ന് പറഞ്ഞാൽ പോൾ പിച്ചിന് ഈക്വൽ ആയിരിക്കണം, വിച്ച് ഈസ് നമ്പർ ഓഫ് ആർമേച്ചർ കണ്ടക്ടേഴ്സ് ഡിവൈഡ് ബൈ P. അങ്ങനെ ഒരു ഡെഫിനേഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ രീതിയിലാണ് പറയുന്നത്. പിന്നെ ഇതിൽ ഒരു കാര്യം കൂടിയാണ് പറയാനുള്ളത്, കമ്മ്യൂട്ടേറ്റർ പിച്ച്. ഓക്കെ, ഞാൻ നേരത്തെ പറഞ്ഞ YC എന്ന് പറഞ്ഞിട്ടുള്ള കാര്യമാണ് കമ്മ്യൂട്ടേറ്റർ പിച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ YC ആണ്. സോ കമ്മ്യൂട്ടേറ്റർ പിച്ച് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? അപ്പോ പേരിൽ നിന്ന് നമുക്ക് സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കാം, കമ്മ്യൂട്ടേറ്റർ സെഗ്മെന്റുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ്. അതായത് കമ്മ്യൂട്ടേറ്റർ സെഗ്മെന്റുകൾ തമ്മിലുള്ള ഡിസ്പ്ലേസ്മെന്റ് അല്ലെങ്കിൽ ഡിസ്റ്റൻസ് ആണ്. പക്ഷേ അതിനൊരു കണ്ടീഷൻ കൂടി അവിടെ നമ്മൾ നോക്കേണ്ടി വരും. എന്താ? രണ്ട് എൻഡുകൾ, ഒരു കോയിലിന്റെ രണ്ട് എൻഡുകൾ കണക്ട് ചെയ്തിട്ടുള്ള കമ്മ്യൂട്ടേറ്റർ സെഗ്മെന്റ്സ് തമ്മിലുള്ള ഡിസ്പ്ലേസ്മെന്റിനെ അല്ലെങ്കിൽ ഡിസ്റ്റൻസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, കമ്മ്യൂട്ടേറ്റർ പിച്ച് YC എന്ന് പറയുന്നത്. സോ ഇറ്റ് ഈസ് ബേസിക്കലി ദി ഡിസ്പ്ലേസ്മെന്റ് between commutator segments in which the two ends of the same coil, adana important, of the same coil are connected. Okay, അതാണ് നമ്മളുടെ എന്ത് വരുന്നത്, കമ്മ്യൂട്ടേറ്റർ പിച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വരുന്നത്. ഓക്കെ, ഈ കമ്മ്യൂട്ടേറ്റർ പിച്ച് അപ്പോ ഈ കേസിൽ എന്തെങ്കിലും റിലേഷൻ ഒക്കെ നമുക്ക് ബാക്ക് പിച്ചും ഫ്രണ്ട് പിച്ചും ഒക്കെ ആയിട്ട് പറയാനും പറ്റും. എന്തെങ്കിലും പറയാൻ പറ്റുമോ? ഇപ്പൊ കമ്മ്യൂട്ടേറ്റർ പിച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരൊറ്റ ഇതിന്റെ രണ്ടെണ്ണം കണക്ട് ചെയ്തിട്ടുള്ള തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ് ചോദിക്കുന്നത്. ഇപ്പൊ ഇവിടത്തെ കേസിൽ എടുക്കുകയാണെങ്കിൽ ഇതാണ് നമ്മുടെ ഫസ്റ്റത്തെ എന്താ പറയാ, വൈറ്റ് ആണ് ഒരു കോയില്, മറ്റേത് നമ്മൾ കാണിച്ചിട്ടുള്ളത് ഓറഞ്ച് ആയിട്ടാണ് കാണിച്ചിട്ടുള്ളത്. അപ്പൊ ഇവിടുത്തെ കമ്മ്യൂട്ടേറ്റർ പിച്ച് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, ഈ നിൽക്കുന്ന കട്ടയും അത് പോയി വന്ന് നിൽക്കുന്ന അടുത്ത് ഇതാണ്, ഇവിടെയാണല്ലോ ജോയിൻ ആയിട്ടുള്ളത്. അപ്പൊ ഈ ഒരു കട്ടയും തമ്മിൽ, ഇവര് രണ്ടും പേര് തമ്മിലുള്ള ഡിസ്പ്ലേസ്മെന്റ് ആയിരിക്കും നമ്മളുടെ എന്തെന്ന് പറയുന്നത്, കമ്മ്യൂട്ടേറ്റർ പിച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വരിക. സോ ഇവിടുത്തെ കമ്മ്യൂട്ടേറ്റർ പിച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതും തമ്മിലുള്ള ആ ഒരു ഡിസ്റ്റൻസിനെ നമുക്ക് YC എന്ന് പറയാം. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. കമ്മ്യൂട്ടേറ്റർ പിച്ച് എന്ന് പറഞ്ഞാൽ ഇതൊക്കെ നമ്മൾ ലാപ്പിന്റെ കേസിലാണ് കേട്ടോ. ഇവിടെ വരച്ചത് ലാപ്പ് ആയതുകൊണ്ടാണ്. വേവ് വരുമ്പോൾ വീണ്ടും അതൊക്കെ ഒന്നുകൂടി ഞാൻ പറയാം. ഞാൻ അവിടെയും പറയാം. ക്ലിയർ ആണോ?
ഓക്കെ. അപ്പൊ അതാണ് കമ്മ്യൂട്ടേറ്റർ പിച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വരുന്നത്. ഇനി ഇവിടെ തന്നെ കുറച്ച് കാര്യങ്ങളും കൂടി നമുക്ക് പറയാം. ഇതിലിപ്പോ കമ്മ്യൂട്ടേറ്റർ പിച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് മുന്നോട്ട് പോകുന്നതാണ്. ഇതിന്റെ കേസിൽ ഡിസ്പ്ലേസ്മെന്റ് എന്നുള്ള രീതിയിലാണ് നമ്മൾ പറയുന്നത്. അപ്പൊ വേണമെങ്കിൽ അതിന് അഡ്വാൻസ് ആണോ ബാക്ക് ആണോ എന്നുള്ള രീതിക്കൊക്കെ പറയാം. ഇപ്പൊ ഈ ഒരു കേസിൽ ജനറലി ഇതിലിപ്പോ പറയുകയാണെങ്കിൽ കമ്മ്യൂട്ടേറ്റർ പിച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ YC ഈസ് ഈക്വൽ ടു +1 എന്ന് പറയാം. മുന്നോട്ടാണ്, ഒരു സെഗ്മെന്റ് മുന്നോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ള രീതിയിൽ. അതേപോലെ ഇവിടുത്തെ കേസിൽ നമ്മൾ YC എടുക്കുകയാണെങ്കിൽ ഒന്ന് പിന്നിലേക്കാണ് വരുന്നത്. സംഭവം കണക്ട് ചെയ്തിരിക്കുന്നത് ഇത് രണ്ടും തമ്മിലാണെങ്കിലും ഇത് സോറി ഈ കേസിലാണെങ്കിൽ ഇത് രണ്ടും തമ്മിലാണ്. അപ്പൊ ഇവിടെ നിന്ന് 2ലേക്ക് 1ൽ നിന്ന് 2ലേക്കാണ് കണക്ഷൻ വരുന്നത്. ഇപ്പുറത്ത് നമ്മൾ വന്ന് നോക്കുകയാണെങ്കിൽ ഇവിടെ നിന്നാണ് തുടങ്ങിയത്, പക്ഷെ ഒന്ന് പിന്നിലേക്കാണ് അത് വരുന്നത്. ഒരു സെഗ്മെന്റ് പിന്നിലേക്കാണ്. അപ്പൊ ആ അർത്ഥത്തിൽ അതിനെ -1 എന്നുള്ള രീതിയിൽ നമുക്ക് വിളിക്കാം. ഇപ്പൊ പ്രോഗ്രസീവ് ആണെങ്കിൽ YC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ +1, മറ്റേല് -1 എന്നുള്ള രീതിയിൽ ജനറലി നമുക്ക് പറയാവുന്നതാണ്. ഓക്കെ, ഇതൊക്കെ ഒക്കെ കൂടി ഇപ്പൊ പറഞ്ഞാൽ എന്താണെന്ന് അറിയില്ല. ഇനി നമുക്ക് സിംപ്ലക്സും ഡ്യൂപ്ലക്സ് ഒക്കെ വരുന്നുണ്ട്. പിന്നെ എന്തായാലും ഇത് സിംപ്ലക്സിന്റെ കേസിലാണ്. ഒരൊറ്റ ഓക്കെ, അതോടെ നിൽക്കട്ടെ. തൽക്കാലം ഇത്ര ആലോചിച്ച് വെച്ചാൽ മതി. പ്രോഗ്രസീവില് എന്ന് പറഞ്ഞാൽ മുന്നോട്ട് പോകണം നമ്മൾ ട്രേസ് ചെയ്യുന്നതനുസരിച്ച്. ബാക്ക് പിച്ച് ഗ്രേറ്റർ ദാൻ ഫ്രണ്ട് പിച്ച് ആണ്. പിന്നെ അതില് കമ്മ്യൂട്ടേറ്റർ പിച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ +1 ആണ്, ഒരു സെഗ്മെന്റ് ആണ്, അഡ്വാൻസ് ആണ്. മറ്റേലാണെങ്കിൽ ഒരു സെഗ്മെന്റ് പിന്നോട്ടാണ് എന്നുള്ള രീതിയിൽ നമ്മളൊന്ന് ആലോചിച്ച് വെച്ചുള്ളത്. പിന്നെ ലാപ്പും വേവും വരുമ്പോൾ നമുക്ക് ഇതിൽ തമ്മിൽ ഒരു ചെറിയ വ്യത്യാസം വരുന്നുണ്ട്. അതവിടെ ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഇവിടെ നിങ്ങൾക്ക് എഴുതി വെക്കണമെങ്കിൽ എഴുതി വെക്കാം. എന്താ പറയാ, നമുക്ക് YC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഈക്വൽ ടു YB മൈനസ് YF ആണ് ലാപ്പിന്റെ കേസില്. വേവിന്റെ കേസിലാണെങ്കിൽ ഇതിന്റെ സം ആയിട്ടാണ് വരിക. YB പ്ലസ് YF ആയിട്ടാണ് വരിക വേവിന്റെ കേസിൽ. ലാപ്പ് നമുക്ക് ഇവിടെ നോക്കി കഴിഞ്ഞാൽ തന്നെ മനസ്സിലാക്കാവുന്ന കാര്യം തന്നെയുള്ളൂ. YBയും YFും തമ്മിലുള്ള ഡിഫറൻസ് ആണ്. നോക്കി നോക്കാം. ഇതാണ് നമ്മുടെ YB, ഈ ഒരു സാധനമാണ് എന്താ പറയാ, ഈ ഒരു സാധനമാണ് YF. ഇതിന്റെ രണ്ടിന്റെ ഇടയിൽ തന്നെയാണ് ഈ സംഭവം കിടക്കുന്നുണ്ടാവും. അപ്പൊ ആ രീതിക്ക് പറയാവുന്നതാണ്. തൽക്കാലം ഇവിടെ ഒന്ന് ഓർത്ത് വെച്ചോളാം. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് എന്താ പറയാ ഇതിനെപ്പറ്റി പറയുമ്പോൾ പറയാം. ഓക്കെ, ബാക്ക് പിച്ച് ഈക്വൽ ടു YS. അതെ ശരിയാണ്, അത് ഞാൻ പറഞ്ഞില്ല. ഒരു റിലേഷനും കൂടി നമുക്ക് പറയാം. YB ഈക്വൽ ടു YS, അതായത് കോയിൽ പിച്ചും ബാക്ക് പിച്ചും സെയിം ആണ്. കോയിൽ പിച്ചും ബാക്ക് പിച്ചും സെയിം ആണ് കേട്ടോ, അത് ഞാൻ പറഞ്ഞില്ല. അപ്പൊ ചോദ്യം അതായിരുന്നു, എന്താ YB ഈക്വൽ ടു YS അല്ലേ ഇൻ കേസ് ഓഫ് ലെഫ്റ്റ്. അതെ, ബാക്ക് പിച്ചും കോയിൽ പിച്ചും, അതായത് കോയിൽ സ്പാനും സെയിം അല്ലേ എന്നുള്ളത്. അത് സെയിം ആണ് കേട്ടോ, അത് നോട്ട് ചെയ്ത് വെച്ചോളൂ. YBയും YSും സെയിം ആണ്, ബാക്ക് പിച്ചും സ്പാനും. ഓക്കെ, ബാക്ക് പിച്ചും സ്പാനും കറക്റ്റ് ആണ്, സെയിം ആണ്. ഓക്കെ, പിന്നെ ഇവിടെ നമുക്ക് പറയാവുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിംഗിൾ ലെയർ വൈൻഡിങ് തന്നെ. സിംഗിൾ ലെയർ വൈൻഡിങ്ങും ഡബിൾ ലെയർ വൈൻഡിങ്ങും ഒക്കെ ഉണ്ട്. സിംഗിൾ ലെയർ അത് ഡീറ്റെയിൽ ആയിട്ട് പറയേണ്ട ആവശ്യമുണ്ടോന്ന് അറിയില്ല, അറിയുന്ന കാര്യങ്ങളായിരിക്കും. സിംഗിൾ ലെയർ വൈൻഡിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 കണ്ടക്ടർ ആണ് എന്തിൽ വരുന്നത്, ഒരു സ്ലോട്ടിൽ വരുന്നത്. ഡബിൾ ലെയർ വൈൻഡിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് വരും, 2 അതായത് സിംഗിൾ ലെയർ വൈൻഡിങ് നമുക്ക് പറയാം 1 കോയിൽ സൈഡ് ആണ് പറയാം. 1 കോയിൽ സൈഡ് ആണ് എവിടെ വരുന്നത്, ഒരു സ്ലോട്ടിൽ വരുന്നത്. 2 ഡബിൾ ആണെങ്കിൽ 2 കോയിൽ സൈഡ് ആണ് ഒരു സ്ലോട്ടിന്റെ അണ്ടറിൽ വരുന്നത് എന്നുള്ള രീതിക്ക് വേണമെങ്കിൽ നമുക്ക് പറയാവുന്നതാണ്. അപ്പൊ അങ്ങനെ സിംഗിൾ ലെയറും ഡബിൾ ലെയറും ഒക്കെ വൈൻഡിങ്സ് വരുന്നുണ്ട്. അതിന്റെ വലിയൊരു ആവശ്യമില്ലാത്തതുകൊണ്ട് അതിലേക്ക് നമുക്ക് പോകുന്നില്ല. തൽക്കാലം നമുക്ക് മെയിൻ ആയിട്ടുള്ള കാര്യത്തിലേക്ക് വരാം. ലാപ്പും വേവും പറയാനുണ്ട്, അതിലേക്ക് കടക്കാം എന്ന് വിചാരിക്കുന്നു. അപ്പോ നമ്മളുടെ ഈ എൻഡ് കണക്ഷൻസിന്റെ എൻഡ് കണക്ഷൻ എന്താന്ന് ഞാൻ പറഞ്ഞു തന്നു. അതിലത്തെ ഫ്രണ്ടും ബാക്കും തമ്മിലുള്ള മേലെ കൂടെ ഒരു കണക്ഷൻസിനാണ് എൻഡ് കണക്ഷൻ എന്ന് പറയുന്നത്. എന്താ പറയാ, അപ്പൊ ആ ഒരു കണക്ഷൻസിന്റെ ഡിഫറൻസിൽ അനുസരിച്ച് വൈൻഡിങ്ങിനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ലാപ്പ് വൈൻഡിങ് എന്നും വേവ് വൈൻഡിങ് എന്നും ഉള്ള രീതിയിൽ നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാവുന്നതാണ്. സോ ഫസ്റ്റ് ഇപ്പൊ പറഞ്ഞ കാര്യം തന്നെയാണ്, ലാപ്പ് വൈൻഡിങ് ആണ്. ജസ്റ്റ് ഒന്ന് വേഗം പറഞ്ഞു പോവാം. ഇതിൽ കുറെ പോയിന്റ്സ് ഒക്കെ നോട്ട് ചെയ്യാവുന്നതാണ്.
ഓക്കെ, അതായിരുന്നു നമ്മൾ മുന്നേ വരച്ചിട്ടുണ്ടായിരുന്ന കാര്യം. സോ ലാപ്പ് വൈൻഡിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാപ്പ് വൈൻഡിങ്ങിൽ എന്താണ് സംഭവിക്കുന്നത്? ആരെങ്കിലും പറയുന്നുണ്ടോ? ഓക്കെ, പ്രത്യേകിച്ചൊന്നുമില്ല. അതായത് നമ്മൾ നേരത്തെ വരച്ച ഒരു കോയിൽ സൈഡും ഒക്കെ വരച്ചിട്ടുണ്ടെന്നു. അത് പ്രകാരം നമുക്ക് ഒരെണ്ണത്തിന്റെ ബാക്ക് എൻഡ്, ഒരു കോയിലിന്റെ ബാക്ക് എൻഡ് എന്ന് പറയുന്നത് അടുത്തതിന്റെ ഫ്രണ്ടിനായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ടാവും. അത് തന്നെ, അതായത് സക്സസീവ് കോയിലിന്റെ ഒരൊറ്റ പോൾ പെയറിന്റെ അണ്ടറിൽ, ഒരൊറ്റ ഇതിന്റെ ഇൻഫ്ലുവൻസിൽ കിടക്കുന്ന ഫസ്റ്റും സെക്കൻഡും തമ്മിലാണ് പരസ്പരം കണക്ട് ചെയ്തിട്ടുണ്ടാവുക എന്നാണ് ഉദ്ദേശിച്ചത്. ഒരെണ്ണത്തിന്റെ എൻഡ് അടുത്തതിന്റെ സ്റ്റാർട്ടായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള കേസ്. ഓക്കെ, അതിനെയാണ് ലാപ്പ് എന്ന് പറയുന്നത്. ഇപ്പൊ വേവ് എന്ന് പറയുന്നത് എന്തായാലും അങ്ങനെ ആയിരിക്കില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാം. അതായത് രണ്ട് ഡിഫറെന്റ് ആയിട്ടുള്ള ആയിട്ടായിരിക്കും, രണ്ട് ഡിഫറെന്റ് ആയിട്ടുള്ള പോൾ പെയറിന്റെ അണ്ടറിലായിട്ടുള്ള കോയിലുകളുടെ സൈഡുകൾ തമ്മിലായിരിക്കും കണക്ഷൻ വരുന്നത്. സോ ഈ കേസിൽ വേണമെങ്കിൽ എഴുതാം back end of a coil is connected to front of next coil and commutator. അതിന്റെ ഒപ്പം കമ്മ്യൂട്ടേറ്റർ ഉണ്ട്, അതുകൊണ്ട് നമ്മൾ പറയുന്നു commutator of the successive coil under the same pole pair. ഓക്കെ, സെയിം പോൾ പെയറിന്റെ അണ്ടറിലാണ് വരേണ്ടത്. അവരുടെ പരസ്പരം ഒരെണ്ണത്തിന്റെ അവസാനം അടുത്ത ആളുടെ ബിഗിനിങ് ആയിട്ട് കണക്ട് ചെയ്തിട്ടുണ്ടാവും എന്ന് മാത്രമേ ഉദ്ദേശിക്കുന്നുള്ളൂ. ജസ്റ്റ് വരയ്ക്കണമെങ്കിൽ വരയ്ക്കാം. ഓക്കെ, ഞാൻ ഒരൊറ്റ കളറിനെ വരച്ചിട്ടാ, എളുപ്പത്തിന് വരച്ചാണ്. ഓക്കെ, ഇതൊരു നോർത്തും ഇതൊരു സൗത്തും പോളാന്ന് വിചാരിക്കുക. ഇതിപ്പോ നമ്മൾ കമ്മ്യൂട്ടേറ്റർ സെഗ്മെന്റ്സ് ഒക്കെ താഴ്ത്തുണ്ടായിരിക്കും, നമ്പറിംഗ് ഒക്കെ വേണമെങ്കിൽ ചെയ്യാം. ഓക്കെ, whatever 1 2 3. ഇവിടുത്തെ കേസിൽ ഈ ഒരെണ്ണത്തിന്റെ ഫസ്റ്റത്തെ എൻഡ് എന്ന് പറയുന്നത് അടുത്തതിന്റെ ബിഗിനിങ്ങും ഈ കമ്മ്യൂട്ടേറ്റർ സെഗ്മെന്റും ആയിട്ട് കണക്റ്റഡ് ആയിരിക്കുന്നു. അപ്പൊ ഈ രണ്ട് ഇതും നമ്മൾ എടുത്തു കഴിഞ്ഞാൽ രണ്ടും ഈ ഒരു പെർട്ടിക്കുലർ പോൾ പെയറിന്റെ അണ്ടറിൽ കിടക്കുന്ന കോയിലുകൾ തമ്മിലാണ്. അതായത് ബാക്ക് എൻഡ് ഓഫ് എ കോയിൽ ഈസ് കണക്റ്റഡ് ടു ദ ഫ്രണ്ട് എൻഡ് ഓഫ് ദ നെക്സ്റ്റ് കോയിൽ ആൻഡ് കമ്മ്യൂട്ടേറ്റർ ഓഫ് ദ സക്സസീവ് കോയിൽ അണ്ടർ ദ സെയിം പോൾ പെയർ. ഈ ഒരു കേസിനാണ് ലാപ്പ് വൈൻഡിങ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഇതിന്റെ ഒരു പോക്ക് വേണമെങ്കിൽ നോക്കാം. പോക്കിന്റെ പേരിലാണ് ഇതിന് പേരിട്ടിട്ടുള്ളത്. മുന്നിലേക്ക് പോയി ഒന്ന് ലാപ്പ് ബാക്ക് ചെയ്യുന്നുണ്ട്, ഒന്ന് പിന്നിലോട്ടൊന്ന് ചാടിയിട്ടാണ് പിന്നെ മുന്നിലേക്കാണ് പോകുന്നത്. പക്ഷെ ഇങ്ങനെ വന്നു, ഒന്ന് പിന്നിലേക്ക് ചാടി, എന്നിട്ട് വീണ്ടും മുന്നിലേക്ക് പോയി. അങ്ങനെയാണ് അത് പ്രോഗ്രസ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുന്നത്. അതായത് കോയിൽസ് ഓവർലാപ്പ് ചെയ്തുകൊണ്ടിരിക്കും ഇവിടുത്തെ കേസിൽ എന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ, ഈ കേസിലാണെങ്കിൽ എന്താ, കോയിൽസ് overlap each other. ഓക്കെ, കോയിൽസ് ഓവർലാപ്പ് ചെയ്യും. പിന്നെ ഇതിന്റെ കേസിൽ നമുക്ക് അറിയുന്ന മെയിൻ ആയിട്ടുള്ള റിലേഷൻ ഉണ്ട്. നമ്പർ ഓഫ് പാരലൽ പാത്ത് എന്ന് പറയുന്നത് ഈക്വൽ ടു എന്താണ്, നമ്പർ ഓഫ് പോൾസ് ആണ്. നമ്പർ ഓഫ് പാരലൽ പാത്തും നമ്പർ ഓഫ് പോൾസും ഈക്വൽ ആണ്. ഇനി ഈ കേസിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം പാരലൽ ആണ്. സോ പാരലൽ പാത്ത് കൂടുതലാണ്. ദാറ്റ് ഈസ് കോയിൽസ് ആർ ഇൻ പാരലൽ.
പാരലൽ ആവുമ്പോൾ നമുക്കൊരു പാരാമീറ്റർ, ഇലക്ട്രിക്കൽ പാരാമീറ്റർ ഭയങ്കരമായിട്ട് കൂട്ടാൻ പറ്റും. ഏതാണ് കൂട്ടാൻ പറ്റുന്നത് പാരലൽ ആവുമ്പോൾ? രണ്ട് കണക്ഷനാണ് വരുന്നത്, പാരലൽ കണക്ഷനും സീരീസ് കണക്ഷനും. പാരലൽ കണക്ഷൻ വരുമ്പോൾ നമുക്ക് എന്താണ് ഇൻക്രീസ് ചെയ്യാൻ പറ്റുന്നത്? കറണ്ട് കൂട്ടാം. സോ നോർമലി ഹൈ കറണ്ട് കിട്ടണമെങ്കിൽ നമുക്ക് പാരലൽ കണക്ഷൻ ഉപയോഗിക്കാം, അതായത് ലാപ്പ് കണക്ഷൻ ഉപയോഗിക്കാവുന്നതാണ്. ഹൈ കറണ്ട് ലോ വോൾട്ടേജ് അപ്ലിക്കേഷൻസിനാണ് നോർമലി ഇത് ഉപയോഗിക്കുന്നത്. ഹൈ കറണ്ട് ലോ വോൾട്ടേജ് അപ്ലിക്കേഷൻസിനാണ് ഉപയോഗിക്കുന്നത്. എന്താ പറയാ, വെൽഡിംഗ് ജനറേറ്ററിനൊക്കെ വേണമെങ്കിൽ ഉപയോഗിക്കാം. വെൽഡിംഗ് ജനറേറ്ററിനൊക്കെ ലാപ്പ് വൈൻഡിങ് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഇതിലത്തെ മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ ഇതായിരുന്നു. ലാപ്പ് ബാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അതായത് ഓവർലാപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പാരലൽ പാത്തിന്റെ എണ്ണം, നമ്പർ ഓഫ് പോൾസ് ആണ്. അതുകൊണ്ട് തന്നെ ഹയർ കറണ്ട് ഇതിൽ സപ്പോർട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, പക്ഷെ ഇതില് ഒരു പ്രശ്നം വരാം. അതായത് നമുക്കിവിടെ ഇതിലത്തെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്നറിയോ ആർക്കെങ്കിലും? ഇതിൽ വരാവുന്ന ഒരു ഇഷ്യൂ ഉണ്ട്. എന്താ? ഓക്കെ, ദാറ്റ്സ് ഫൈൻ. സോ നമുക്കിവിടെ നമ്മളുടെ പോൾ സ്ട്രക്ചറിൽ ഡിസിമെട്രി വരാം. ഡിസിമെട്രി ഇൻ പോൾ സ്ട്രക്ചർ. പോളിന്റെ സ്ട്രക്ചറിൽ ഡിസിമെട്രി വന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഫ്ലക്സ് ഡിസ്ട്രിബ്യൂഷൻ അൺഈവൻ ആവും. അൺഈവൻ ഫ്ലക്സ് ഡിസ്ട്രിബ്യൂഷൻ വരും. സോ ഫ്ലക്സ് ഡിസ്ട്രിബ്യൂഷൻ അൺഈവൻ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? അല്ലെങ്കിൽ അൺഈവൻ ഫ്ലക്സ് ഡിസ്ട്രിബ്യൂഷൻ പെർ പോൾ, അതുകൂടി വേണമെങ്കിൽ പറയാം, പെർ പോൾ. ഓരോ പോളിനും അണ്ടറിലുള്ള ഫ്ലക്സ് ഡിസ്ട്രിബ്യൂഷൻ അൺഈവൻ ആയിരിക്കും. സോ അൺഈവൻ ഫ്ലക്സ് ഡിസ്ട്രിബ്യൂഷൻ വന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും അതിന്റെ റിസൾട്ട്? അൺഈക്വൽ EMF ഉണ്ടാവും ഇൻ പാരലൽ പാത്സ്. സോ അൺഈക്വൽ EMF വന്നു കഴിഞ്ഞാൽ അവിടെ വരാവുന്ന ഒരു സംഭവം ഉണ്ട്. എന്താ? EMF ഈക്വൽ അല്ലാണ്ട് ആയി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അവിടെ എന്ത് വരും? സർക്കുലേറ്റിംഗ് കറണ്ടുകൾ വരും. സോ സർക്കുലേറ്റിംഗ് കറണ്ട്, ആ ഡിഫറൻസ് കാരണം സർക്കുലേറ്റിംഗ് കറണ്ട് അവിടെ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. സോ സർക്കുലേറ്റിംഗ് കറണ്ട് വന്നു കഴിഞ്ഞാൽ ഒരു ഇഷ്യൂ വരാം. സർക്കുലേറ്റിംഗ് കറണ്ട് ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യും. ഒന്നാമത്തെ ഹീറ്റിംഗ് ആണ് ഇഷ്യൂ, പ്ലസ് കമ്മ്യൂട്ടേഷൻ പ്രശ്നങ്ങൾ ഉണ്ടാവും, അതായത് സ്പാർക്കിംഗ് ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ട്. അപ്പോ ഇത് ഒരു ഇഷ്യൂ ആണ്. അതായത് പോളിന്റെ സ്ട്രക്ചർ, കാരണം നമ്പർ ഓഫ് പാരലൽ പാത്ത് എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് പോൾസിന് ഈക്വൽ ആണ്. അതുകൊണ്ട് തന്നെ ഡിസിമെട്രി ഇൻ പോൾ സ്ട്രക്ചർ വന്നു കഴിഞ്ഞാൽ ഫ്ലക്സ് പെർ പോൾ എന്ന് പറയുന്നത് എന്തായിരിക്കും? അൺഈവൻ ആയിരിക്കും. അത് അൺഈവൻ ആകുമ്പോൾ ഉണ്ടാവുന്ന EMF എന്ന് പറയുന്നത് ഡിഫറെന്റ് ആയിരിക്കും. അതിലൊരു ഡിഫറൻസ് വന്നു കഴിഞ്ഞാൽ സർക്കുലേറ്റിംഗ് കറണ്ട് ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ സർക്കുലേറ്റിംഗ് കറണ്ട് വന്നാൽ ഓട്ടോമാറ്റിക്കലി ഹീറ്റിംഗ് വരാം. അതേപോലെ തന്നെ സ്പാർക്കിംഗ് ഉണ്ടാവാം. കമ്മ്യൂട്ടേഷന്റെ സമയത്ത് സ്പാർക്കിംഗ് ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ട്. ഇത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ലാപ്പ് വൈൻഡിങ്ങിൽ ഉപയോഗിക്കുന്ന ഒരു റെമഡി ഉണ്ട്. ഇത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട്, യെസ്, വെരി ഗുഡ്, ഈക്വലൈസർ റിംഗ് എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഇതിനെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ഉപയോഗിക്കും? ഈക്വലൈസർ റിംഗ് കണക്ഷൻ ഉപയോഗിക്കും. അപ്പൊ അതിന്റെ മെയിൻ ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഈക്വലൈസർ റിംഗ് ഇതിൽ മതി, ലാപ്പ് വൈൻഡിങ്ങിൽ മാത്രം മതി എന്ത്? ഈക്വലൈസർ റിംഗ്. ഈക്വലൈസർ റിംഗ് വെക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് എന്ന് ചോദ്യം വരാം. ഈക്വലൈസർ റിംഗ് വെക്കുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നമ്മളുടെ സർക്കുലേറ്റിംഗ് കറണ്ട് ആണല്ലോ പ്രശ്നത്തിനൊക്കെ കാരണം. ആ സർക്കുലേറ്റിംഗ് കറണ്ടിനെ വഴി തിരിച്ച് അവിടേക്ക് തന്നെ വിടും. ആ കോയിൽസിലേക്ക് തന്നെ തിരിച്ചു വിടും. അപ്പൊ ആ കോയിൽസിലേക്ക് തന്നെ തിരിച്ചുവിടുമ്പോൾ എന്താ വെച്ചാൽ എഫക്റ്റീവ്ലി അവർ തമ്മിൽ പരസ്പരം ക്യാൻസൽ ആയി പോയിക്കോളും. ഫൈനലി അതിന്റെ ഒരു എഫക്റ്റ് അവിടെ നള്ളിഫൈ ചെയ്ത് പോവും എന്നുള്ളതാണ് വരുന്നത്. അപ്പൊ അതാണ് ഈക്വലൈസർ റിംഗിന്റെ ഫംഗ്ഷൻ വരുന്നത്. ഒരുപാട് ഡീറ്റെയിൽ ആയിട്ടൊന്നും അറിഞ്ഞില്ലെങ്കിലും ലാപ്പിന്റെ ഉള്ളിൽ ഈക്വലൈസർ റിംഗ് ഉപയോഗിക്കുന്നത് മനസ്സിലാക്കുക. അത് എന്തിനു വേണ്ടിയിട്ടാണ്? ഈ സർക്കുലേറ്റിംഗ് കറണ്ടിന്റെ എഫക്ട് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഈക്വലൈസർ റിംഗ് ഉപയോഗിക്കുന്നത് എന്നുള്ളതൊന്ന് ഓർത്ത് വെച്ചോളുക. ഓക്കെ, ഇതാണ് സിമ്പിൾ ആയിട്ട് നമുക്ക് പറയാവുന്ന കാര്യങ്ങൾ ലാപ്പ് വൈൻഡിങ്ങിലെ. കൂടുതലായിട്ട് നമുക്ക് അതിന്റെ കമ്പാരിസൺ ആയിട്ട് ഒരു ടേബിൾ ആയിട്ട് പറയാം. അപ്പൊ അതിന് മുന്നേ നമുക്കൊന്ന് വേവ് വൈൻഡിങ് പറഞ്ഞിട്ട് അങ്ങോട്ട് പോവാം. ഓക്കെ, ഇതാണ് ലാപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഒന്നുമില്ല. ലാപ്പ് ബാക്ക് ചെയ്ത് അത് പ്രോഗ്രസ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുന്നു. നെക്സ്റ്റ് വരുന്നത് വേവ് വൈൻഡിങ് ആണ്. ഓക്കെ, എന്താണ് വേവ് വൈൻഡിങ്? നേരത്തെ പറഞ്ഞതിൽ നിന്ന് ഒരു ചെറിയ ഡിഫറൻസ് ആണ് മെയിൻ ആയിട്ട് വരുന്നത്. അതായത് എൻഡ് എന്ന് പറയുന്നത് അടുത്ത എന്റെ ബിഗിനിങ് ആയിട്ട് തന്നെയാണ് വരുന്നത്. പക്ഷെ എന്താ വ്യത്യാസം ഇവിടെ?
എന്താ വ്യത്യാസം? ഞാൻ അതുകൊണ്ട് ഫുൾ ഡീറ്റെയിൽ ആയിട്ട് ഡിഫറെന്റ് പോൾ പെയർ അത് തന്നെയാണ് വ്യത്യാസം. അപ്പൊ ഞാൻ മൊത്തമായിട്ട് ഞാൻ എഴുതാൻ ഉദ്ദേശിക്കുന്നില്ല കേട്ടോ, സമയം കളയണ്ടല്ലോ. സോ ഡിഫറെന്റ് പോൾ പെയർ ആണ് എന്നുള്ളതാണ് വ്യത്യാസം വരുന്നത്. ഡെഫിനിഷന്റെ ബാക്കി കാര്യങ്ങളൊക്കെ സെയിം തന്നെയാണ്. ദാറ്റ് ഈസ് completing or finishing end of one coil is connected to the starting end of another coil under a different pole pair when moving ahead avoiding overlapping. അപ്പൊ അതായത് അതിന്റെ ഡയഗ്രാം ഒന്ന് ജസ്റ്റ് വരയ്ക്കാം. അത് വരച്ചു കഴിഞ്ഞാൽ കുറച്ചും കൂടി ക്ലിയർ ആയിരിക്കും. അപ്പൊ അതിൽ നമ്മൾ എന്താ പറയാ, ഞാൻ ലാപ്പിന്റെ കേസിൽ ആ സാധനങ്ങളൊന്നും മാർക്ക് ചെയ്യാഞ്ഞത് ഓൾറെഡി അപ്പുറത്ത് മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ പിച്ചും കാര്യങ്ങളൊക്കെ, അതുകൊണ്ടാണ് വീണ്ടും മാർക്ക് ചെയ്യാൻ കേട്ടോ. ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്യാന്ന് വിചാരിക്കാം. ഇതിങ്ങനെയാണ് ഇതിന്റെ വരുന്നത്. മുന്നിലേക്ക് വന്നു. വേറെ കളറായിട്ട് കാണിക്കാം. അടുത്ത കോയിൽ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യാണ്, ഗ്രീൻ ആയിട്ട് കാണിക്കുന്നു. അപ്പൊ അതിന്റെ സ്റ്റാർട്ടിങ് കഴിഞ്ഞു. ഇനി അത് മുന്നോട്ട് തന്നെയാണ് പോകുന്നത്, അതിന്റെ എൻഡിങ് ആണ് കാണിക്കണേ. ഓക്കെ, അപ്പൊ അതങ്ങനെ അതേപോലെ അവിടുന്ന് റിപ്പീറ്റ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കും. അപ്പൊ അതില് മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിഫറെന്റ് ആയിരിക്കും. ഇതിപ്പോ എന്താ പറയാ, N1 എന്ന് എടുത്തു കഴിഞ്ഞാൽ ഇത് S1, ഇത് N2, S2 ആണ്. ഇത് നോക്കുക, ഒരെണ്ണത്തിന്റെ എൻഡ് കണക്റ്റഡ് ആയിട്ടുള്ളത് അടുത്ത ഇതിന്റെ സ്റ്റാർട്ട് തന്നെ ആയിട്ടാണ്, പക്ഷെ അത് രണ്ടും ഡിഫറെന്റ് പോൾ പെയറിലാണ് എടുക്കുന്നത്. ഇത് N1 S1, ഇത് N2 S2 ആണ്. മറ്റോടത്ത് അങ്ങനെ ആയിരുന്നില്ല, സെയിം ഇതിന്റെ അണ്ടറിൽ തന്നെ ആയിരുന്നു, തിരിച്ചു വന്നായിരുന്നത്. അത് ലാപ്പ് ബാക്ക് ആണ് ചെയ്തായിരുന്നത്, ഇങ്ങോട്ട് പോയിട്ട് ഒന്ന് പിന്നിക്ക് വന്നിട്ടാണ് പോകുന്നത്. പക്ഷെ ഇവിടെ അങ്ങനെയല്ല, നേരെ ഒരു വേവ് പോലെ അങ്ങനെ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്, മുന്നോട്ട് തന്നെ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതാണ് ഇവിടുത്തെ ഡിഫറൻസ് വരുന്നത്. പിന്നെ ഇവിടുത്തെ കേസ് ഓക്കെ, ബാക്കി ആ കാര്യങ്ങളോട് ഒന്ന് മാർക്ക് ചെയ്തിട്ട് പോവാം. ഇതിൽ താഴെ കമ്മ്യൂട്ടേറ്റർ സെഗ്മെന്റുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ ഇത് 1, 2 ആയിരിക്കാം. ഇവിടെ പിന്നിലേക്ക് C എന്ന് പറഞ്ഞ പോലെ ഉണ്ടായിരിക്കും, ഇതേപോലെ ഇപ്പുറത്തൊക്കെ ഉണ്ടായിരിക്കും, അത് ഞാൻ കാണിക്കുന്നില്ല. നമുക്കിവിടെ വേണ്ടത് പിച്ചുകളായിരുന്നല്ലോ. സോ ബാക്ക് പിച്ച് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ഒരെണ്ണത്തിന്റെ സ്റ്റാർട്ടും എൻഡും തമ്മിലുള്ളതാണ് ബാക്ക് പിച്ച് എന്ന് പറയുന്നത്. സോ ബാക്ക് പിച്ച് ഈ കേസിൽ YB ഇതാണ് വരിക. ഇനിയുള്ളത് ഫ്രണ്ട് പിച്ച് ആയിരുന്നു. ഫ്രണ്ട് പിച്ച് എന്താ? ഒരെണ്ണത്തിന്റെ എൻഡും അടുത്തതിന്റെ സ്റ്റാർട്ടും. സോ ഇതാണ് YF വരിക, ഒരെണ്ണത്തിന്റെ എൻഡും അടുത്തതിന്റെ സ്റ്റാർട്ടും. ഇനി റിസൾട്ടന്റ് പിച്ച് എന്തായിരുന്നു? റിസൾട്ടന്റ് പിച്ച് എന്ന് പറഞ്ഞാൽ രണ്ടാൾക്കാർ തമ്മിലുള്ളത്, രണ്ട് കോയിലുകൾ തമ്മിലുള്ളത്, അതായത് സ്റ്റാർട്ടിങ്ങുകൾ തമ്മിലുള്ളതാണ്. രണ്ട് കോയിലുകളുടെ സ്റ്റാർട്ടിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു സെക്കൻഡ് ഇതിന്റെ മേലെ കാണിക്കാം. ഫ്രണ്ട് പിച്ച് ഞാൻ ഇവിടെ കാണിക്കണ്ടേ, YF ഒരെണ്ണത്തിന്റെ എൻഡും അടുത്തതിന്റെ സ്റ്റാർട്ടും. രണ്ടാൾക്കാരുടെ സ്റ്റാർട്ട് കോയിലുകൾ തമ്മിലുള്ള ഡിഫറൻസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? YR എന്ന് പറയുന്നത്, റിസൾട്ടന്റ് എന്ന് പറയുന്നത്. അതേപോലെ കമ്മ്യൂട്ടേറ്റർ പിച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവര് തമ്മിൽ കണക്റ്റഡ് ആയിട്ടുള്ള ഒരു കോയിലിന്റെ രണ്ട് എൻഡുകൾ കണക്റ്റഡ് ആയിട്ടുള്ള അതാണല്ലോ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇതാണ് കമ്മ്യൂട്ടേറ്റർ പിച്ച് ഇതിൽ വരിക. ഈ കേസിലാണെങ്കിൽ എന്താണ് വ്യത്യാസം? YC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? YC ഈക്വൽ ടു, അതേപോലെ റിസൾട്ടന്റ് പിച്ച് എന്താ വരിക? അല്ലെങ്കിൽ YC എന്ന് പറഞ്ഞാൽ രണ്ടിന്റെയും സം എന്നുള്ള രീതിയിലാണ് വരിക. ഓക്കെ, YB പ്ലസ് YF എന്നുള്ള രീതിയിലാണ് വരുന്നത്. പിന്നെ ഇവിടുത്തെ കേസിലെ നമ്പർ ഓഫ് പാരലൽ പാത്ത് എന്താണ്? നമ്പർ ഓഫ് പാരലൽ പാത്ത് A എന്നാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്. A എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ആണ്. ടോട്ടൽ പാരലൽ പാത്തിന്റെ എണ്ണം ഓൾവേസ് 2 ആണ്. അപ്പൊ അതാണ് അവിടുത്തെ ഒരു വ്യത്യാസം. മറ്റേ കേസിൽ ലാപ്പ് ആണ്, A ഈക്വൽ ടു P ആണ്. അത് നിങ്ങൾക്ക് കാണാൻ പഠിച്ചു വെച്ചിട്ടുണ്ടാവും. A ഈക്വൽ ടു P ആണ് ലാപ്പ് എന്നുള്ള രീതിയിൽ നമുക്ക് ഓർത്ത് വെക്കാവുന്നതാണ്. മറ്റേ വേവിന്റെ കേസിൽ A ഈക്വൽ ടു 2 ആണ്. നമ്മുടെ EMF ഇക്വേഷനിൽ പലപ്പോഴും നമുക്കത് ചെയ്യേണ്ടി വരും. പിന്നെ ഇവിടുത്തെ കേസിലാണെങ്കിൽ നേരത്തെ ഒരു ഇഷ്യൂ, നേരത്തെ ഒരു ഇഷ്യൂ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തായിരുന്നു ഇഷ്യൂ പറഞ്ഞത്? കഴിഞ്ഞ കേസിൽ നമ്മൾ ഈക്വലൈസർ റിംഗ് ഉപയോഗിക്കണം എന്നൊക്കെ പറഞ്ഞു. അതിനുള്ള ഇഷ്യൂ എന്തായിരുന്നു പ്രശ്നം? എന്ത് പ്രശ്നം കാരണം നമ്മൾ ഈക്വലൈസർ റിംഗ് ഉപയോഗിച്ചേ? അതെ.
ഈക്വൽ ടു രണ്ടിന്റെയും സമ്മാണ്. സർക്കുലേറ്റിംഗ് എന്താ വൈ ബി സോറി റിസൾട്ടന്റ് എന്ന് പറഞ്ഞാൽ രണ്ടിന്റെയും സം അല്ലെന്ന് ചോദിച്ചാൽ അതെ. ഇനി എന്താ പറയാ സർക്കുലേറ്റിംഗ് കറണ്ട് കാരണം, സർക്കുലേറ്റിംഗ് കറണ്ട് എങ്ങനെയാ വന്നത്? അൺഈവൻ ഫ്ലക്സ് ഡിസ്ട്രിബ്യൂഷൻ കാരണമാണ് എന്ത് വന്നത്? സർക്കുലേറ്റിംഗ് കറണ്ട് വന്നത്. അത് കാരണം അവിടെ നമ്മൾ എന്ത് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു? ഈക്വലൈസർ റിംഗ് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ പക്ഷേ ഇവിടുത്തെ കേസിൽ എന്തായിരിക്കും വരിക? വരട്ടെ നമുക്ക് ഇതിനെ ഒഴിവാക്കാം. ഇങ്ങനൊരു സാധനം വരുമോ എന്നുള്ളത് നോക്കിയിട്ട് അതിലേക്ക് പോയാൽ മതിയല്ലോ. ഇവിടുത്തെ കേസിൽ ഈക്വലൈസറിങ്ങിന്റെ ആവശ്യം വരില്ല. കാരണം എന്താ വെച്ചാൽ ഇവിടെ രണ്ട് പാരലൽ പാത്തേ ഉള്ളൂ. അവരുടെ എഫക്റ്റുകൾ പരസ്പരം ക്യാൻസൽ ആയി പോയിക്കോളും. അതുകൊണ്ട് നോ നീഡ് ഓഫ് ഈക്വലൈസർ റിംഗ്. അത് ഓർത്തു വെച്ചല്ലോ. നോ നീഡ് ഓഫ് പറഞ്ഞോളൂ. സാർ വൈ സി ഈക്വൽ ടു വൈ ബി പ്ലസ് വൈ എഫ് ആണോ വൈ അവിടെ എഴുതിയേക്കണത്? കമ്മ്യൂട്ടേറ്റർ പിച്ചാണോ? അതെ വൈ ബി ഈക്വൽ ടു ഫിഗർ അനുസരിച്ച് അത് ശരിയാവോ? ഫിഗർ അനുസരിച്ച് ഒരു മിനിറ്റ് ഉണ്ടാ. ഫിഗർ അനുസരിച്ച് ശരിയാവില്ല. നോക്കിക്കേ, ഇത് ഇങ്ങനെയാട്ടോ നിൽക്കണേ. ഒന്ന് ഇങ്ങനെ വന്ന് ഇങ്ങനെയാണ് പോയിക്കൊണ്ടിരിക്കണേ. അപ്പൊ ഓൾമോസ്റ്റ് സെയിം ഡിസ്റ്റൻസ് തന്നെ ആയിരിക്കും വരിക. നമ്മൾ താഴത്തെ കൗണ്ട് ഒന്നും എടുത്തിട്ടില്ല കേട്ടോ. താഴത്ത് കമ്മ്യൂട്ടേറ്റർ സെഗ്മെന്റ് ഇട്ടിട്ട് കൗണ്ട് എടുത്തിട്ടില്ല. സാർ ഈ ഫസ്റ്റ് കോയില് വൈറ്റ് കോയിലിന്റെ കണ്ടക്ടർ സൈഡില്ലേ S1 മാർക്ക് ചെയ്തേക്കണതും ഈ N2 മാർക്ക് ചെയ്തേക്കുന്ന സെക്കൻഡ് കോയിലിന്റെ N2 എന്ന് പറഞ്ഞ കണ്ടക്ടർ മാർക്ക് ചെയ്തേക്കുന്നതും ഒരു സ്ലോട്ടിലായിരിക്കും ഇരിക്കുക. ഏതാ നമ്മൾ ഉപയോഗിക്കുന്നത്? ഈ സാധനം കേട്ടോ, അടിയിലത്തെ ഇതാണ് കൗണ്ട് ചെയ്യാൻ പോണേ. YC എന്ന് പറയുമ്പോൾ കമ്മ്യൂട്ടേറ്റർ സെഗ്മെന്റിന്റെ എണ്ണത്തിലാണ് എടുക്കുന്നത്. അല്ല സാർ, ഇപ്പൊ S1 എന്നുള്ള ആ കണ്ടക്ടർ ഇല്ലേ ഫസ്റ്റ് കോയിലിന്റെ സെക്കൻഡ് കോയിലിന്റെ സ്റ്റാർട്ട് N2. ഇത് രണ്ടും ഒരേ സ്ലോട്ടിലാണോ ഇരിക്കുക വൈൻഡിങ് ചെയ്യുമ്പോ? ഒരേ സ്ലോട്ട് ഈ വൈൻഡിങ് കയറ്റി വെക്കുന്ന സ്ലോട്ടില്ലേ ഒരേ സ്ലോട്ടിലാണോ വരിക? തൽക്കാലം ഒരേ സ്ലോട്ടില് എന്നുള്ളതിലല്ല, അത് ഒരേ സ്ലോട്ടിലല്ല. ഇവിടുത്തെ കേസിൽ ഒരു മിനിറ്റ്, റിസൾട്ടന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇതിന്റെ ടേംസിലാണ് ഉദ്ദേശിക്കുന്നത്. വൈ ബി വൈ എഫ് എന്നുള്ള ഒരു അർത്ഥത്തില് ആ ഒരു ഡിസ്റ്റൻസ് ആണ് ഉദ്ദേശിക്കുന്നത്. അതേപോലെ അത് വരുമ്പോഴാണ് ഇങ്ങനെ പറയുന്നത്. അതേപോലെ നമ്മൾ കമ്മ്യൂട്ടേറ്റർ സെഗ്മെന്റിന്റെ അർത്ഥത്തിലാണ് താഴത്തെ കൗണ്ടും പറയുന്നത് കേട്ടോ. അതെ, ഈക്വൽ ആയിരിക്കും എന്നാണ് പറയുന്നത്. അതിപ്പോ എന്തായാലും ഞാൻ അതിന്റെ ഡെറിവേഷനും കാര്യങ്ങളൊന്നും ഇപ്പൊ അതിന് പറഞ്ഞിട്ടില്ല, ഇൻക്ലൂഡും ചെയ്തിട്ടില്ല. ഇപ്പൊ പറഞ്ഞു വന്ന കാര്യം എന്തായിരുന്നു? ഓക്കെ, ഈക്വലൈസറിങ്ങിന്റെ കേസാ പറഞ്ഞ. ഇതിന്റെ കേസിൽ ഈക്വലൈസറിങ്ങിന്റെ ആവശ്യം വരില്ല. കാരണം എന്താ പറയാ, നമുക്ക് പോൾസിലുള്ള സിമെട്രിയിലുള്ള ഇഷ്യൂ ഉണ്ടെങ്കിൽ അൺഈക്വൽ ഫ്ലക്സ് ഉണ്ടാവും. പക്ഷെ പാരലൽ പാത്ത് രണ്ടെണ്ണാണ്. രണ്ടിന്റെ EMFകൾ എന്ത് ചെയ്യും? ആ ഒരു എഫക്ട് വന്നാൽ രണ്ടിനും ഒരേപോലെയാണ് എഫക്ട്. അപ്പൊ പരസ്പരം അവര് ക്യാൻസൽ ഔട്ട് ചെയ്തോളും. അപ്പൊ അതുകൊണ്ട് ഇതിൽ എന്തിന്റെ ആവശ്യം വരില്ല? ഈക്വലൈസറിങ്ങിന്റെ ആവശ്യം വരില്ല എന്നുള്ളതാണ് ഒരു കാര്യം പറയുന്നത്. പിന്നെ മറ്റോടത്തെ പോലെ ഇവിടുത്തെ കണക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മറ്റോടത്ത് നമ്മൾ പാരലൽ എന്ന് പറഞ്ഞ പോലെ ഇവിടുത്തെ കണക്ഷൻ എന്താ? സീരീസ് കണക്ഷൻ ആണ് വരിക. സോ സീരീസ് കണക്ഷനിലാകുമ്പോൾ ഓട്ടോമാറ്റിക്കലി എന്ത് കൂടുതലായിരിക്കും? ഇൻഡ്യൂസ്ഡ് EMF, അതായത് വോൾട്ടേജ്, ഹൈ വോൾട്ടേജ് ആണ് ഈ കേസിൽ വരിക. അപ്പൊ നോർമലി ഇത് ഉപയോഗിക്കുന്നത് ഹൈ വോൾട്ടേജ് ആൻഡ് ലോ കറണ്ട് ആപ്ലിക്കേഷൻസിനാണ് ഉപയോഗിക്കുന്നത്. ഹൈ വോൾട്ടേജ് ആൻഡ് ലോ കറണ്ട് ആപ്ലിക്കേഷൻസ് നോക്കാം. ഹാൻഡ് ക്രാങ്ക്ഡ് മെഗോമീറ്റർ ഹാൻഡ് ക്രാങ്ക് മെഗോമീറ്റർ ഒക്കെ ഇതിന്റെ കേസിൽ വരാം. പിന്നെ നേരത്തെ ഒരാൾ പറഞ്ഞു ഡമ്മി കോയിൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സാധനത്തിന്റെ ആവശ്യകത ഇതിൽ വരാവുന്നതാണ്. ഡമ്മി കോയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ തന്നെ നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്, കോയിലാണ് പക്ഷെ ഡമ്മിയാണ്. ഡമ്മിയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി അതിന്റെ ഉപയോഗം അവിടെ വരുന്നില്ല എന്ന് തന്നെയാണ് അർത്ഥം. പക്ഷെ അതിന്റെ ആവശ്യം അവിടെ വരുന്നുണ്ട് താനും. ഓക്കെ, ഇപ്പൊ ഡമ്മി കോയിൽ എഴുതാം. വേവിന്റെ കേസ് ആണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. വേവിൽ വരുന്ന ഒരു കാര്യമാണ്
ഡമ്മി കോയിൽസ്. അതിനെ ചിലപ്പോൾ ഐഡിൽ കോയിൽസ് എന്ന് വിളിക്കാറുണ്ട്. ഐഡിൽ ചുമ്മാ ഇരിക്കുന്നതാണ്, ഐഡിലായിട്ടിരിക്കുന്നതാണ് ഐഡിൽ കോയിൽസ്. ഇപ്പൊ ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മളുടെ റിക്വയർമെന്റിന് അനുസരിച്ച് ഒരു എന്താ പറയാ വൈൻഡിങ് ഷോപ്പിൽ പോയിട്ട് നമ്മളൊരു ഇത് പർച്ചേസ് ചെയ്തെന്ന് വിചാരിക്കുക. എന്താ പറയാ ഒരു സോറി ആർമേച്ചർ പഞ്ചിങ് അല്ലെങ്കിൽ ആർമേച്ചർ ഇത് പർച്ചേസ് ചെയ്തെങ്കിൽ അവിടെ ചില കേസിൽ നമുക്ക് എന്താ പറയാ ഈ സ്ലോട്ട്സും കണ്ടക്ടേഴ്സും പെർട്ടിക്കുലർ നമ്പർ ഓഫ് സ്ലോട്ട്സ് ആൻഡ് കണ്ടക്ടേഴ്സ് നമുക്ക് കറക്റ്റ് ആയിട്ട് ഈ കൺസ്ട്രക്ഷൻ വൈസ് നമുക്ക് അതിൽ ഉൾക്കൊള്ളിക്കാവുന്ന രീതിയിൽ പറ്റില്ല. അപ്പൊ ചിലപ്പോൾ ചില ഭാഗം എന്താ പറയാ സ്ലോട്ട് വെറുതെ കിടക്കുന്ന പോലെ വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ വെറുതെ കിടന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അതായത് നമുക്ക് എല്ലാ കണ്ടീഷൻസും ഡിസൈൻ റിക്വയർമെന്റ്സ് ഒന്നും എപ്പോഴും മീറ്റ് ചെയ്യണം എന്ന് നിർബന്ധമൊന്നുമില്ല. ചില കേസിൽ നമുക്കത് ഒരു പ്രശ്നം വരാം. അപ്പൊ ചില സ്ലോട്ടുകൾ ഫ്രീ ആയിട്ടൊക്കെ കെടുക്കാനുള്ള സാധ്യത വരുന്നുണ്ട്. അങ്ങനത്തെ കേസിൽ വന്നു കഴിഞ്ഞാൽ മെക്കാനിക്കൽ എന്താ പറയാ ബാലൻസ് അതിന്റെ കറക്റ്റ് ആവില്ല. അപ്പൊ മെക്കാനിക്കൽ ബാലൻസ് കറക്റ്റ് ആക്കാൻ വേണ്ടിയിട്ട് ഈ സ്ലോട്ട്സിൽ ജസ്റ്റ് ഞാൻ കാണിക്കുന്നേ ഉള്ളൂ. ഇതേപോലെ അതിൽ സ്ലോട്ട്സ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. ഇതാണ് നോർമൽ കണ്ടക്ടർ എന്ന് വിചാരിക്കുക. ബ്ലൂ വെച്ചിട്ടുള്ളത്, അടുത്തേലും ബ്ലൂ വെച്ചിട്ടുള്ളത്. ഇതേപോലെ ഇങ്ങനെ സ്ലോട്ടുകൾ അത് പോയിക്കൊണ്ടിരിക്കുന്നു, പുറത്തൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നു. പക്ഷെ ചില സ്ലോട്ടുകൾ ബ്ലാങ്ക് ആയിട്ട് വരാനുള്ള പോസിബിലിറ്റി ഉണ്ട് ചില കാൽക്കുലേഷൻ പ്രകാരം, നമ്മുടെ ഡിസൈൻ റിക്വയർമെന്റ്സിന് പ്രകാരം. അപ്പൊ അതങ്ങനെ നമ്മൾ വെറുതെ അങ്ങനെ ഇട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നമാണ്. കാരണം എന്താ പറയാ നമുക്ക് ഇതിന്റെ മെക്കാനിക്കൽ ബാലൻസ് കിട്ടില്ല. സോ മെക്കാനിക്കൽ ബാലൻസ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുന്ന വൺ ഓർ മോർ കോയിൽസ് ചിലപ്പോൾ ഇതിൽ ഇൻസേർട്ട് ചെയ്യും. അപ്രോപ്രിയേറ്റ് സ്ലോട്ട്സിൽ എവിടെയാണോ ഇങ്ങനെ ഫ്രീ ആയിട്ട് കിടക്കുന്ന സ്ലോട്ട്സിൽ ചിലപ്പോൾ നമ്മൾ അഡീഷണൽ കോയിൽസ് കൊടുത്തിടും. ഈ കോയിൽസ് അവിടെ ഉണ്ട് എന്നേ ഉള്ളൂ, അത് ആക്ച്വലി ഇലക്ട്രിക്കൽ സർക്യൂട്ടിൽ കണക്റ്റഡ് ഒന്നല്ല. അപ്പൊ അതുകൊണ്ട് അതിനെ EMF പ്രൊട്ടക്ഷനിലും കാര്യങ്ങളിലൊന്നും അതിന് എഫക്ട് വരുന്നില്ല. പക്ഷെ മെക്കാനിക്കൽ ബാലൻസ് അവിടെ കൊടുക്കുക എന്നുള്ളതാണ്. അതായത് ദേ ആർ എക്സാക്ട്ലി സിമിലർ ടു ദ അതർ കോയിൽസ്. അതായത് ഇപ്പുറത്തുള്ള അതേ കോയിലൊക്കെ പോലെ തന്നെയാണ്, പക്ഷെ അവരവിടെ ജസ്റ്റ് മെക്കാനിക്കൽ ബാലൻസ് കൊടുക്കുക എന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, ചില സ്ലോട്ട്സ് ഓക്യുപ്പൈ ചെയ്യാത്ത സ്ലോട്ട്സിനെ ജസ്റ്റ് ഒന്ന് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമാണ് അവരതിനെ അവിടെ കൊണ്ടുവന്ന് വെച്ചിട്ട് ഉണ്ടായിരിക്കുക. ഓക്കെ, അപ്പൊ ഇതിനെ വിളിക്കുന്നതാണ് ഡമ്മി കോയിൽസ് എന്ന് പറയുന്നത്. പിന്നെ അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയാ ഫുൾ ലെങ്ത് ഒന്നും ഉണ്ടായിരിക്കില്ല, കട്ട് ഷോർട്ട് ആയിരിക്കും. അതേപോലെ തന്നെ അത് ടേപ്ഡും ആയിരിക്കും. അതായത് നമ്മൾ ഇലക്ട്രിക്കൽ സംഭവങ്ങളിലൊന്നും അത് ഇൻക്ലൂഡഡ് അല്ല എന്നുള്ളൊരു ഇതിന് വേണ്ടിയിട്ട്. അപ്പൊ അതാണ് വേവ് വൈൻഡിങ്ങിൽ വരുന്നത്, അഡീഷണൽ ആയിട്ട് വരുന്നത്. അപ്പോൾ ലാപ്പ് വൈൻഡിങ്ങിൽ നമ്മൾ അഡീഷണൽ ആയിട്ട് ഉപയോഗിക്കേണ്ടി വരുന്നത് ഈക്വലൈസറിംഗ് ആണ്. വേവിൽ നമ്മൾ ഉപയോഗിക്കേണ്ടി വരുന്നത് എന്താ പറയാ ഡമ്മി കോയിൽ ആണ്. അപ്പൊ ജനറലി ഇവരെ പരസ്പരം ഒന്ന് വേണമെങ്കിൽ കമ്പയർ ചെയ്യാവുന്നതാണ്. ഒന്ന് ജസ്റ്റ് ഒരു കമ്പാരിസൺ കൂടി ഒന്ന് പറഞ്ഞിട്ട് നമുക്ക് അവസാനിപ്പിക്കാം. ലാപ്പും വേവും ഫിഗർ ഒന്നും ഞാൻ വരയ്ക്കുന്നില്ല. കുറെ പോയിന്റുകൾ ഇനി അഡീഷണലി പറയാവുന്നതൊക്കെ ഉണ്ട് കേട്ടോ. റിലേഷൻസ് ചിലത് നമുക്ക് ജസ്റ്റ് പറഞ്ഞു പോകുന്നു മാത്രം. സോ ഫസ്റ്റത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, കോയിൽസ് ഇവിടെ കണക്ട് ചെയ്തിട്ടില്ല. എങ്ങനെയാ ഏത് കണക്ഷൻ ലാപ്പില്? കോയിൽസ് ആർ ഇൻ പാരലൽ. യെസ്, സെക്കൻഡ് കേസിലാകുമ്പോ സീരീസ്. ഓക്കെ, അതൊക്കെ പോൾ പെയറിന്റെ ഞാൻ ജസ്റ്റ് കണക്ഷൻ ആണ് ചോദിച്ചത്. പാരലാണ്. രണ്ടാമത്തെ കേസിലാകുമ്പോൾ സീരീസ് ആണ്. ഇതിനെ വേണമെങ്കിൽ എന്താ പറയാ പാരലൽ വൈൻഡിങ് വിളിക്കുക, അതുകൊണ്ട് സീരീസ് വൈൻഡിങ് വിളിക്കും. അത് എഴുതുന്നില്ല, സെയിം തന്നെയാണല്ലോ മീനിങ് വരുന്നത്. അപ്പോൾ ഇതിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ A is equal to എന്താണ്, P ആണ്, നമ്പർ ഓഫ് പാരലൽ പാർട്സ് ആണ്. ഈ കേസിലാണെങ്കിൽ A is equal to 2 ആണ്. പിന്നെ വരുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈക്വലൈസർ റിങ് ആവശ്യമുണ്ട് ഇതില് ഫസ്റ്റത്തെ കേസില്. മറ്റേ കേസിലാണെങ്കിൽ വേവിന്റെ കേസിലാണെങ്കിൽ നമുക്ക് ഈക്വലൈസർ റിങ് ആവശ്യമില്ല, നോട്ട് നീഡഡ്. പിന്നെ എന്താ പറയാ ഡമ്മി കോയിൽസ് പറയാം. ഈ കേസിൽ ആവശ്യമില്ല ഡമ്മി കോയിൽസ്.
നോട്ട് റിക്വയർഡ്. പക്ഷെ മറ്റേ കേസിലാണെങ്കിൽ റിക്വയർഡ് ആണ് ഡമ്മി കോയിൽസ്. പിന്നെ റേറ്റിംഗ് നമുക്ക് പറയാം. ഇത് ഏതായിരുന്നു? ലാപ്പ്. അതാണ് ഇതിൽ മെയിൻ ആയിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ വരാറുള്ളത്. ലാപ്പ് വൈൻഡിങ് ഏതാ? ഹൈ പാരലൽ പാത്തുകളാണ്. അപ്പോൾ ഹൈ പാത്തുകൾ കൂടുക എന്ന് പറഞ്ഞാൽ കറണ്ട് കൂടും. ഹൈ കറണ്ട് ആൻഡ് ലോ വോൾട്ടേജ്. മറ്റേതാണെങ്കിൽ നേരെ തിരിച്ചാവും. ഹൈ വോൾട്ടേജ് ആൻഡ് ലോ കറണ്ട് ആണ്. അതേപോലെ തന്നെ ഇ എം എഫ് ഇൻഡ്യൂസ് ചെയ്യുന്നത്, ഇത് ജനറേറ്റ് ചെയ്യുന്ന ഇ എം എഫ് പാരലൽ പാത്ത് കൂടുന്നതിനനുസരിച്ച് എന്തായിരിക്കും? ജനറേറ്റ്സ് ലെസ് ഇ എം എഫ്. ഇതാണെങ്കിൽ മോർ ഇ എം എഫ് സീരീസ് ആണ്. പിന്നെ നമുക്ക് പറയാവുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞതാണ്, 2 കോയിൽസ്, 2 കണ്ടക്ടേഴ്സ് ഓഫ് എ കോയിൽ അണ്ടർ സെയിം പോൾ ആണ്. മറ്റോടത്താണെങ്കിൽ ഡിഫറെന്റ് ആണ്. ഡിഫറെന്റ് പോൾ ആണ്. പിന്നെ ഇതിൽ വരുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതിലത്തെ ബ്രഷസിന്റെ എണ്ണാണ്. നമ്പർ ഓഫ് ബ്രഷസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈക്വൽ ടു നമ്പർ ഓഫ് പാരലൽ പാത്സ് ആണ്, വിച്ച് ഈസ് ഈക്വൽ ടു പി. ഇനി മറ്റേതിന്റെ കേസിലാണെങ്കിൽ ശരിക്കും നമുക്ക് 2 സെറ്റ് ഓഫ് ബ്രഷ് മതി. 2 സെറ്റ് മതി. 2 സെറ്റ്സ് ആർ ഇനഫ്. പക്ഷെ നോർമലി എന്ത് തന്നെയാണ് ഉപയോഗിക്കാറ്? ഈക്വൽ ടു പി ആയിട്ട് തന്നെയാണ് ഉപയോഗിക്കാറ്. അത് ജസ്റ്റ് അവിടെ പറഞ്ഞത് മാത്രം. ഓക്കെ, ഇതൊക്കെയാണ് ജനറലി ഇതിൽ വരുന്ന കാര്യങ്ങൾ. ഇനി അഡീഷണൽ എന്തെങ്കിലും നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം, ടൈം കൂടുതലായിട്ടുള്ളത് കൊണ്ട്. ഓക്കെ, താങ്ക് യു.